ഹായ് ഓൾ, മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് ഈവനിങ് മാം. നമസ്കാരം. നമസ്തേ. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും കേറുന്നേ ഉള്ളെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങളുടെ വീഡിയോയും ഓഡിയോയും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം അല്ലെ? ഇപ്പൊ നമ്മള് 13 ചാപ്റ്ററുകളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്ലാസ് വരെ നമ്മള് ചർച്ച ചെയ്തല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് 14ാമത്തെ ചാപ്റ്റർ ആണ് ഉതുപ്പാന്റെ കിണർ. കാരൂർ നീലകണ്ഠപിള്ളയുടെ ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഉതുപ്പാന്റെ കിണർ നമുക്ക് എളുപ്പമുള്ളൊരു കഥയാണ്. അപ്പൊ എന്താണ്, ഒരു വൃദ്ധനെ കുറിച്ച് അല്ലെ, അദ്ദേഹത്തിന്റെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഉതുപ്പാന്റെ കിണർ പലരും വായിച്ചിട്ടുള്ള കഥയായിരിക്കും. അപ്പൊ ഒരു വൃദ്ധനെ കുറിച്ചും അദ്ദേഹം ഒരു കിണർ കുഴിച്ചതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നഗരസഭ അത് മൂടാൻ പറയുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് നമുക്ക് ഈ കഥയിൽ നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം മലയാളത്തിന്റെ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 50 മാർക്കിന്റെയും 1 വേർഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു 1 വേർഡ് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ സെന്റൻസുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ ഓരോ സെന്റൻസ് നോക്കുമ്പോൾ നിങ്ങൾ തന്നെ നോക്കണം, ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും മലയാളത്തിന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മളെ കുഴപ്പിക്കാനായിട്ട് ഏത് രീതിക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളും എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നമ്മൾ മാക്സിമം 1 വേർഡ് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. എന്നാലും മലയാളത്തിന് ഒരു പ്രത്യേകതയുള്ള ഏത് സെന്റൻസിൽ നിന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ നമ്മൾ 1-2 പ്രാവശ്യം ഒന്ന് നമ്മുടെ കഥയാണെങ്കിലും കവിത ആയിക്കോട്ടെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡിലേക്ക്, മലയാളമല്ല നമ്മൾ മറന്നു പോകില്ലല്ലോ, നമ്മുടെ മൈൻഡിലേക്ക്. അപ്പൊ എന്ത് ചെയ്യാം, മലയാളത്തിന് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാരും ഏകദേശം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഷിൻഡോയുടെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്തേരെ. മൈക്ക് ഓഫ് ചെയ്യാത്തവരുണ്ടേ. ഷമീമിന്റെ ഉണ്ട്. ഷമീമിന്റെ മൈക്ക് ഓഫ് ചെയ്യണേ. നിങ്ങൾ നോക്കിക്കേ, നിങ്ങളുടെ സൈഡിൽ മൈക്ക് പോലെ വന്നേക്കുന്നേ, അത് ഓഫാണോ നോക്കി, ഒരു വര വീണിട്ടുണ്ടോ നോക്കി, ഒരു മൈക്ക് പോലെ കൊടുത്തേക്കുന്നേ. അത് വര വീണിട്ടില്ല, നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യുക, അതിലൊന്ന് ടച്ച് ചെയ്താൽ മതി, അപ്പൊ അത് മ്യൂട്ട് ആയിക്കോളും. അപ്പൊ നമുക്ക് കാരൂർ നീലകണ്ഠപിള്ളനെ കുറിച്ചാണ്. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട തന്നെ, നമ്മള് ഏത് കഥയാണോ നമ്മൾ പഠിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് അത് എഴുതിയിട്ടുള്ള ഗ്രന്ഥകാരനെ കുറിച്ചും ചിലപ്പോൾ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാം. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ചിലപ്പോൾ ചോദിക്കാം 1 വേർഡ് ആയിട്ട്. അപ്പൊ നമുക്ക് നോക്കാം. പേജ് നമ്പർ 120 ആണേ. കാരൂർ നീലകണ്ഠപിള്ള. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1898 1975 അദ്ദേഹത്തിന്റെ കാലഘട്ടം. 1898 ഫെബ്രുവരി 22 കോട്ടയത്തിനടുത്ത് ഏറ്റുമാനൂരിൽ ജനിച്ചു. അധ്യാപകനായിരുന്നു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം സെക്രട്ടറി എന്ന നിലയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1959 ആനക്കാരൻ, അത് ഓർത്തു വെക്കണം കേട്ടോ, ആനക്കാരൻ. 1968 മോതിരം അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം ഈ മോതിരം എന്ന് പറഞ്ഞ കൃതി ആരുടെയാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോണേ. മോതിരം കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി. തെരഞ്ഞെടുക്കപ്പെട്ട കഥകൾ മോതിരം, അമ്പലപ്പറമ്പില് ഗൗരി, പഞ്ഞിയും തുണിയും, ബാലചന്ദ്രൻ, അഴകനും പൂവാലിയും തുടങ്ങിയവ പ്രധാന കൃതികളാണ്. 1975 സെപ്റ്റംബർ 30 അദ്ദേഹം അന്തരിച്ചു. അത്രയാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിവരണം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികളൊന്ന് ഓർത്തു വയ്ക്കുക, അദ്ദേഹത്തിന്റെ കാലഘട്ടം ഒന്ന് ഓർത്തു വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, കഥയിലേക്ക് പോകാം. അപ്പൊ നമ്മളൊരു കഥ കേൾക്കുമ്പോൾ എങ്ങനെ വേണം കേൾക്കാനായിട്ട്,
നമ്മൾ വായിക്കുമ്പോൾ എന്താണ് നമ്മളത് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും, പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ വരി പഠിക്കുമ്പോഴും നമ്മൾ പിന്നീട് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് അത് തങ്ങി നിൽക്കും. അപ്പൊ ഏതാണെങ്കിലും നമ്മൾ വായിക്കുമ്പോൾ എന്ത് ചെയ്യാം, നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക, ഇങ്ങനെയായിരിക്കുമല്ലോ. നമ്മുടെ ഭാവനയിൽ നമ്മൾ എന്ത് ചെയ്യും, ഉതുപ്പാനെ കാണും, അദ്ദേഹത്തിന്റെ ജീവിച്ച രീതി കാണും, അദ്ദേഹം നടന്നു വന്ന വഴികൾ കാണും. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ മൈൻഡിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ കൊണ്ടുവരണം. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ അത് തന്നെ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യും, റെക്കോർഡ് ആയിക്കോളും. പിന്നെ നിങ്ങൾ പരീക്ഷയ്ക്കോ എപ്പോ എടുത്താലും നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതാനായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് പോകാം. ഉതുപ്പാന്റെ കിണർ, കാരൂർ നീലകണ്ഠപിള്ള, പേജ് നമ്പർ 116 ആ ചെറുനഗരത്തിൽ പലയിടത്തും ഉതുപ്പാനെ കാണാം. ഹോട്ടലുകളുടെ വാതുക്കൽ, വണ്ടിപ്പേട്ടയിൽ, വള്ളക്കടവിൽ, തന്നെക്കാൾ ഭാരമുള്ള ചുമടിന് കീഴെ, പട്ടണമുറങ്ങിയാൽ പീടിക തിണ്ണയിൽ. അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ. അപ്പൊ ഉതുപ്പാനെ എവിടെയൊക്കെ കാണാം എന്നാണ് ചോദിച്ചത്. അപ്പൊ ഹോട്ടലുകളുടെ ഭാഗത്തൊക്കെ കാണാം, വണ്ടി നിർത്തി ആ സ്ഥലങ്ങളിലൊക്കെ കാണാം, വള്ളക്കടവിൽ കാണാം, തന്നെക്കാൾ ഭാരമുള്ള ചുമടിന് കീഴെ എന്ന് പറഞ്ഞാൽ ചുമടെടുത്തോണ്ട് പോകുന്നത് കാണാം. പിന്നെയോ രാത്രി ആയി കഴിഞ്ഞാൽ എവിടെയാണ്, ഏതെങ്കിലും കടത്തിണ്ണയിലും കാണാം നമ്മുടെ ഉതുപ്പാനെ. അവൻ കഴിയും മട്ടിൽ പണിയെടുക്കും, കിട്ടുന്നത് കൊണ്ട് ഉപജീവിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹം കിട്ടുന്നതുകൊണ്ട് അങ്ങ് ജീവിച്ചു പോകുന്നു. ഉതുപ്പാൻ ആരുമില്ല. എങ്കിലും ആ തരുണൻ കരുതും തനിക്ക് ചില ചുമതലകളുണ്ട്. അപ്പൊ ആ പാവപ്പെട്ട മനുഷ്യൻ എന്ത് വിചാരിക്കും, എനിക്കും ആരുമില്ല, അദ്ദേഹത്തിന് അച്ഛനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ആരുമില്ല. അപ്പൊ എന്താ വിചാരിക്കുക, എനിക്കും ചില ചുമതലകളൊക്കെ ഈ ഭൂമിയിൽ വന്നതിന്റെ പേരില് ചെയ്തു തീർക്കാനുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യും, ജീവിക്കും. അവന്റെ ജീവിതാവശ്യങ്ങൾ ലഘുവാണ്, എങ്കിലും അവൻ അത് ഗുരുവാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്യൂട്ടോ. അത് അവന്റെ ജീവിതാവശ്യങ്ങൾ ലഘുവാണ്, എങ്കിലും അവൻ അത് ഗുരുവാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്, നമ്മുടെ കൺസെപ്റ്റിൽ ആരുമില്ലാത്ത ഒരാൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ കൺസെപ്റ്റിൽ നമ്മൾ ഒരാളെ നോക്കുമ്പോഴത്തേക്ക് എന്താണ്, അയാൾ ഒറ്റയ്ക്കുള്ളൂ, അവന് എന്താണ് ഇച്ചിരി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി, അതിനുള്ള സമ്പാദിച്ചാൽ മതിയല്ലോ എന്ന് ഓർക്കും. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ്, ലഘുവാണ് അല്ലെ, കുറച്ചേ ഉള്ളൂ, ചെറുതാണ്, എങ്കിലും അവൻ അത് ഗുരുവാണ്. പക്ഷെ അവന്റെ ജീവിതം എന്ന് പറയുന്നത് അവൻ എങ്ങനെയാണ്, വലുതാണ്. ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തണം, കിടക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം, ഇതൊക്കെ അവന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ എന്താണ്, അവനത് വലുതാണ്. പക്ഷെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ്, അത് ചെറുതാണ്. അതാണ് ലഘുവും ഗുരു എന്ന് പറഞ്ഞത്. ലഘു എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറുതും, ഗുരു എന്ന് പറഞ്ഞാൽ എന്താണ്, വലുതുമാണ്. അവനും നാടുകൾ കഴിയുന്നുണ്ട്, ഉദരത്തിന്റെ പരാതിയാണ് അവന് ഉറക്കുപാട്ട്. എന്ന് പറഞ്ഞാൽ മിക്കവാറും അവൻ എങ്ങനെയാണ്, പട്ടിണിയായിരിക്കും. ഉദരം എന്ന് പറഞ്ഞാൽ എന്താണ്, വയറ് അല്ലെ. അപ്പൊ ഉദരത്തിന്റെ പരാതി എന്ന് പറഞ്ഞാൽ എന്താ, വിശപ്പാണ് അല്ലെ. അപ്പൊ ഹൃദയത്തിനുമുണ്ട് അവനോട് ആവലാതി. മരത്തണലിലിരുന്ന് വഴിക്കാരോട് കേണിരക്കുന്ന കുരുടനെയും, മഞ്ഞിൽ മരച്ചും വെയിലിൽ പൊരിഞ്ഞും മഴയത്ത് നനഞ്ഞും വഴിവെക്കിൽ കഴിച്ചു കൂട്ടുന്ന കൊച്ചുങ്ങളെയും, ചായക്കടയുടെ മുമ്പിൽ ചെന്ന് ചൂടുവെള്ളം യാചിച്ചു തിളയ്ക്കുന്ന വെള്ളം തലവഴി ഒഴിക്കപ്പെട്ട കിളവിയെയും മറ്റും പറ്റി ഉദാസീനത കാണിക്കുന്നതിനെ കുറിച്ച്. അപ്പൊ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിനൊന്നുമില്ല. അപ്പൊ എന്താണ്, ഈ പാവപ്പെട്ട ആളുകൾ വഴിയിൽ നിന്ന് ഭിക്ഷ യാചിക്കുന്നത്, കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആരോരും ഇല്ലാതെ ഇങ്ങനെ വഴിവെക്കിൽ കഴിയുന്നത്, അതുപോലെ തന്നെ ജീവിക്കാൻ വകയില്ലാതെ ഹോട്ടലുകളിലേക്ക് കയറി ചെന്ന് ഇച്ചിരി വെള്ളം ചോദിച്ചു കഴിഞ്ഞപ്പോൾ തലേക്കട ചൂടുവെള്ളം ഒഴിച്ചു വിട്ടത്, അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കൺമുന്നിലൂടെ കാണുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് തോന്നുന്നത്, വളരെ ദുഃഖം തോന്നുന്നുണ്ട്. അവരെയൊക്കെ സഹായിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. പക്ഷെ കയ്യിൽ അദ്ദേഹത്തിന് പണമില്ല. സഹതപിക്കുന്നതിനും അവന്റെ നിലയിൽ അഹങ്കാരമാണ്. സഹോദരങ്ങളെ സഹായിക്കാൻ അവന് മോഹമുണ്ട്, കഴിവില്ല. അവനും വളർന്നു വന്നു. അച്ഛനമ്മമാരുണ്ടായിരുന്നെങ്കിൽ തങ്ങൾക്കൊരു തണലാവുമെന്ന് കരുതി സന്തോഷിച്ചേനെ. ഒഴിവു സമയങ്ങളിൽ പ്രാർത്ഥിക്കാനും സുവിശേഷ പ്രസംഗം കേൾക്കാനും അവൻ ചിലവാക്കി. ക്രമേണ വഴിവെക്കലും ചന്തമുക്കിലും നിന്നും വേദോപദേശം ചെയ്യുന്നതും ശിശുക്കൾക്ക് യേശു കഥകൾ പറഞ്ഞു കൊടുക്കുന്നതും അവന്റെ നിത്യജോലികളിൽപ്പെട്ട് കാലം കടന്നു. ആ നഗരത്തിലെ ഒരു മൂലയിൽ പുതുതായി നിർമ്മിക്കപ്പെട്ട ഒരു റോഡിനാൽ ത്രികോണാകൃതി പ്രാപിച്ച ഒരു തുണ്ട് പുരയിടം വാങ്ങാനുള്ള പണം അവനുണ്ടാക്കി. അവൻ ഭൂസ്വത്തിനുടമയായി. അയാൾ സ്വന്തം ഭൂമിയിൽ വേല തുടങ്ങി. കിണറ് കുഴിക്കുകയായിരുന്നു വേല. അത്രയ്ക്ക് മാത്രം ഉണ്ടായിരുന്നു ആ സ്ഥലം. അപ്പൊ ഒരു കിണർ കുത്താനുള്ള സ്ഥലം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കഴിയുന്നിടത്തോളം അവൻ തന്നെ കുഴിച്ചു. വേണ്ടി വന്നപ്പോൾ കൂലിക്കാരനെ കൂട്ടി. ഇവൻ എന്ത് ഭ്രാന്തനാ എന്ന് ചിലർ പറഞ്ഞു. വല്ല നിധിയും കിട്ടുമെന്ന് വിചാരിച്ച പാവം പാടുപെടുന്നെന്ന് ചിലരും. കിണർ താഴ്ന്നു വന്ന ക്രമത്തിന് ഉതുപ്പാന്റെ ഉത്സാഹം ഉയർന്നു വന്നു. മണ്ണ് മാറി, കല്ല് കണ്ടു, കുമ്മായ മണ്ണായി, മണ്ണിന് നനവ് കണ്ടു. വെള്ളം 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 കണ്ടു ഉടമസ്ഥന്റെ ഉള്ളം കിളിർത്തു. ആ നിസ്സഹായൻ ദൈവത്തെ സ്തുതിച്ചു. കൂട്ടുവേലക്കാരന് അന്ന് 4 ചക്രം പാരിതോഷികം കിട്ടി. അന്ന് വേല കയറിയിട്ട് അവൻ വളരെ നേരം വെള്ളം നോക്കിക്കൊണ്ട് നിന്നു. ആ കൂപത്തിലുണ്ടായ ചിറ്റോളം
ഉതുപ്പാന്റെ വിശാല ഹൃദയത്തിൽ തിരമാല ഉണ്ടാക്കി. അപ്പൊ കൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതിന്റെ മീനിങ് ഒന്ന് എഴുതി വെക്കൂട്ടോ. കൂപം എന്ന് പറഞ്ഞാൽ കിണറാണ് കേട്ടോ. അപ്പൊ ആ കിണറ്റിലുണ്ടായ ചിറ്റോളം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഓളം ഉണ്ടാവില്ലേ, അത് തന്നെ. ആ ഉതുപ്പാന്റെ വിശാല ഹൃദയത്തിൽ എന്തുണ്ടാക്കി? തിരമാല ഉണ്ടാക്കി. കേൾവിക്കാർക്ക് രസം തോന്നിയില്ലെങ്കിലും അവൻ അന്ന് കണ്ടവരോടൊക്കെ കിണറ്റിൽ വെള്ളം കണ്ട കഥ പറഞ്ഞു. അവന്റെ ഹൃദയശുദ്ധിയുടെ അടുത്തിട്ട് കാണാൻ എന്ന വേണം കിണർ ചുഴിഞ്ഞിറങ്ങി. കുട്ടികൾ കിണറ്റിൽ വലിയ കല്ലെടുത്തിട്ട് മാറ്റൊലി കേട്ട് രസിച്ചു. അയൽവക്കത്തുള്ള ഒരു കിഴവി പറയുകയാണ്, ആ തെമ്മാടി വഴിയുടെ വക്കിന് ഒരു കിണർ കുഴിച്ചിട്ടിരിക്കുന്നു. പശുവിനെ അഴിച്ചുവിട്ടാൽ കൂടെ കൂടെ നോക്കണേ പിള്ളേരെ. ഒരു വൺ വേർഡ് ആണ് കേട്ടോ അത്. അത് ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കിഴവിയാണ് അങ്ങനെ ആ ഒരു സെന്റൻസ് ആ ഒരു പറഞ്ഞേക്കുന്നുണ്ട്. ആ തെമ്മാടി വഴിവെക്കിൽ ഒരു കിണർ കുഴിച്ചിട്ടിരിക്കുന്നു, പശുവിനെ അഴിച്ചുവിട്ടാൽ കൂടെ കൂടെ നോക്കണേ പിള്ളേര്. ഇത് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാണ്. കിണർ അടിവരെ താഴ്ന്നോടെ ഉടുപ്പാന്റെ മടിശീലയുടെ നെല്ലിപ്പലകയും കണ്ടു. എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള പണമെല്ലാം തീർന്നു. കിണർ കുഴിച്ചാലധികം ഭാരം വഹിച്ചതും കാലം ദീർഘിച്ചു അവൻ അത് കെട്ടിച്ചു. 30 ദിവസം കൂലിവേലയ്ക്ക് പോയി കിട്ടുന്ന മിച്ചം കൊണ്ട് 3 ദിവസം കിണർ കെട്ടുന്ന ജോലിയും നടത്തും. ഈ കണക്കിൽ 5ഓ 6ഓ അരഞ്ഞാണവും മതിലും കൽത്തൂണും കെട്ടി കിണറ്റുപാലവും വെച്ച് അതിന്മേൽ ഒരു കുരിശടയാളത്തിന്റെ ഇരുപുറവുമായി നാട്ടുവഴിയിലൂടെ നടക്കുന്നവർക്ക് കാണത്തക്ക വിധം ഇങ്ങോട്ട് വരുവിൻ, ഇവിടെ ആശ്വസിക്കാം എന്ന് രേഖപ്പെടുത്തി. ഒരു കപ്പി കൊളുത്തി ഒരു തൊട്ടിയും കയറുമിട്ടപ്പോൾ യൗവനത്തെ ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോകുന്ന പുത്രിക്ക് സ്ഥിതിക്ക് അതിധനികനായ വരൻ മംഗല്യസൂത്രം ചാർത്തുന്ന മുഹൂർത്തത്തിൽ പിതാവിനുണ്ടാകുന്ന കൃതാർത്ഥത ആ കുടുംബശൂന്യനുമുണ്ടായി. അതൊരു വൺ വേർഡ് ആട്ടോ, അത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ യൗവനത്തെ ചവിട്ടി മതിച്ച് മുന്നോട്ട് പോകുന്ന പുത്രിക്ക് അങ്ങനെ ഒരു ചോദിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? കിണറ്റിലെ കപ്പിയും കയറിയിട്ടപ്പോഴാണ് നമ്മുടെ ഉതുപ്പാൻ ഇങ്ങനെ ഒരു കാര്യം തോന്നിയത്. അവിടെ ഒരു കുടില് കെട്ടി പുട്ടും പഴവും വിറ്റിരുന്നെങ്കിൽ അവന്റെ ചെലവിനുള്ളത് കിട്ടിയേനെ എന്ന് ചിലർ ഉതുപ്പാന്റെ ബുദ്ധിശൂന്യതയെ ഉന്നയിച്ചു. ഉതുപ്പാന്റെ വക എന്നുകൂടി എഴുതി വെച്ചിരുന്നെങ്കിൽ പ്രസിദ്ധിക്ക് കൊള്ളാമായിരുന്നു എന്നൊരുത്തൻ അസൂയപ്പെട്ടു. തീരെ ഗതികെട്ടാൽ കുടിച്ചു ചാവാൻ അവന് വല്ലവരുടെയും കിണർ അന്വേഷിക്കേണ്ടതില്ലല്ലോ എന്നൊരു രസികൻ നിന്ദിച്ചു. ചിലർ അവന്റെ പ്രവൃത്തിയെ മാനിക്കുകയും ചെയ്തു. ഉതുപ്പാൻ സാധാരണ പറയും, 2 വശത്തു നിന്നും വെള്ളം കോരത്തക്കവണ്ണം 2 പാലം വേണ്ടതായിരുന്നു. ഒരു കൽത്തൊട്ടി ഉണ്ടാക്കിയിടണം, പശുക്കളും വെള്ളം കുടിക്കട്ടെ. മഴ നനയാതെ നിന്നും വെള്ളം കോരത്തക്കവണ്ണം ഒരു പുരയുണ്ടാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നും മറ്റും. അതൊക്കെ ക്രമേണ സാധിച്ചു. അപ്പൊ ഒരു കിണർ കുത്തിയതിന്റെ അടുത്തേക്ക് അദ്ദേഹം ചെയ്തു വെച്ച കുറെ പണികളാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഓർത്താണ് എന്ത് ചെയ്യുക, ഉതുപ്പാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത്. അയൽക്കാരിൽ കിണർ കുഴിപ്പിക്കാൻ കഴിവില്ലാത്തവർ ആ വഴിക്കിണറ്റിൽ നിന്ന് വെള്ളം കോരി. പലരും കുളി ആ കിണറ്റിൻകരയിലാക്കി. കുട്ടികൾ അതിൽ ചപ്പും ചവറും ഇട്ട് ലസിച്ചു. അണ്ടർലൈൻ ചെയ്യണേ, കുട്ടികൾ ചെയ്ത പ്രവൃത്തി ചോദിക്കാറുണ്ട്. കുട്ടികൾ എന്താ ചെയ്തേ? ചപ്പും ചവറും ഇട്ട് രസിച്ചു. ഒരു ദുരാഗ്രഹി തൊട്ടിയും മറ്റൊരു പാപി കപ്പിയും മോഷ്ടിച്ചു. ഇക്കൂട്ടരാരും ഉതുപ്പാന്റെ കഷ്ടപ്പാട് സ്മരിച്ചില്ല. ആ പാവം കുറവ് നികത്തി. അത് ആവർത്തിക്കാതെ സൂക്ഷിച്ചു. ഉതുപ്പാൻ നിത്യവും 2 നേരം കിണറ്റിൻകര ചെല്ലും, പരിസരം ശുചിയാക്കിയിടും, വെള്ളം കോരി കൽത്തൊട്ടി നിറയ്ക്കും, കുറച്ചു കുടിക്കും. വൃത്തികേടാക്കലേ എന്ന് അവിടെ വരുന്നവരോടൊക്കെ പറയും. ആരെങ്കിലും വെള്ളം കോരി കുടിക്കുന്നത് കാണുമ്പോൾ അവന്റെ ഹൃദയം പുളകം കൊള്ളും. അവന്റെ പല നാളത്തെ ശ്രമഫലം അക്ഷയ സമ്പാദ്യം. പട്ടണം വളർന്നു, ജനങ്ങൾ തിങ്ങി. പൗരക്ഷേമത്തെ രക്ഷിക്കുകയും വ്യക്തി സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതിൽ നഗരസഭ ജാഗരൂകമായി. ശുദ്ധജല വിതരണത്തിനും മലിനജല വിസർജനത്തിനുമുള്ള പദ്ധതികൾ സ്വീകരിക്കപ്പെട്ടു. ജലക്കുഴലുകൾ സ്ഥാപിക്കാൻ ചാല് തോണ്ടിയ വേലക്കാർ ആ കിണറ്റിന്റെ ചുറ്റുതറയിൽ കുറെ പൊളിച്ചു കളഞ്ഞു. ഉതുപ്പാന്റെ ഹൃദയം നൊന്തു. ആ അറ്റകുറ്റം തീർത്തല്ലാതെ അടുത്ത ദിവസം അയാൾ പള്ളിയിൽ പോയില്ല. കുഴൽ വെള്ളം നടപ്പാക്കി. നഗരത്തിലുള്ള ജലധാരകളെല്ലാം 30 ദിവസത്തിനകം മൂടണമെന്നും അങ്ങനെ ചെയ്യാത്ത പക്ഷം നഗരസഭ ആ ജോലി ചെയ്യിക്കുമെന്നും ചിലവ് ഉടമസ്ഥനിൽ നിന്ന് ഈടാക്കുമെന്നും തമുക്കടിച്ച് പരസ്യപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ സ്ഥലത്തും പരസ്യമൊക്കെ നമ്മുടെ ഫ്ലെക്സ് വെക്കുന്ന പോലെ പരസ്യമൊക്കെ വെച്ചു. അല്ലെ, അന്ന് ഫ്ലെക്സ് ഒന്നും ഇല്ല. അപ്പൊ അതിൻ്റെതായ രീതിയിൽ എന്ത് ചെയ്തു? പരസ്യപ്പെടുത്തി വെച്ചു. അപ്പൊ എന്താണ്? 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഈ കിണറുകളെല്ലാം മൂടിയിരിക്കണം. ഇപ്പൊ എന്താണ്? പൈപ്പിലൂടെ വെള്ളം വരുന്നുണ്ട്, അത് ആളുകൾ കുടിച്ചാൽ മതി. ഈ കിണറ്റിൽ നിന്നുള്ള വെള്ളമൊന്നും ആരും കുടിക്കേണ്ട. അതെല്ലാം എന്ത് ചെയ്യണം? മൂടിക്കളയണം. ഉതുപ്പാന്റെ കിണറും നികത്തണം. അയാൾ അധികാരികളെ കണ്ടു. അവിടെ നിരാശയാണ് ഉണ്ടായത്. പുത്തൻ പരിഷ്കാരത്തെ ആ പഴയ മനുഷ്യൻ പഴിച്ചു. കുറച്ചു കാലാവധി നീട്ടിക്കിട്ടാൻ അയാൾ അപേക്ഷിച്ചു. അതും ഫലിച്ചില്ല. വൃദ്ധന് 2ഓ 4ഓ പല്ലുണ്ടായിരുന്നത് നഗരസഭയുടെ നേരെ
ഞെരിഞ്ഞു. വഴിക്കാരെ തടഞ്ഞു നിർത്തി അയാൾ നഗരസഭയെ വത്സിച്ചു പറഞ്ഞു. സർക്കാരിൽ സങ്കടം ബോധിപ്പിച്ചു. അയാളുടെ സങ്കടത്തിൽ യാതൊരു ന്യായവും നീതിനിഷ്ഠമായ ഗവൺമെന്റ് കണ്ടില്ല. എന്തു വന്നാലും തന്റെ ജീവിത സർവസ്വമായ കിണർ മൂടുകയില്ലെന്ന് ആ പടുകിഴവൻ ശടിച്ചു. അന്ന് ചിലർ പറഞ്ഞു, ഉതുപ്പാൻ ചേട്ടന് പ്രാന്താണെന്ന് തോന്നുന്നു. ഏതാണ്ട് അങ്ങനെ തോന്നും ആ സാധുവിനെ കണ്ടാൽ. ഒരു യുവ പരിഷ്കാരി പറയുകയാണ്, ആ കിഴവന്റെ അവസാനം അതിലാണെന്നാ തോന്നുന്നത്. പലരും വൃദ്ധന്റെ ബദ്ധപ്പാടിന് കണ്ണും കരലും കൊടുത്തതേയില്ല. കുഴൽ വെള്ളം കിട്ടിയപ്പോൾ കിണറിന്റെ കാര്യം എല്ലാവരും മറന്നു. നന്ദികെട്ട ലോകം. ഇപ്പോഴും മറക്കാത്തവരുണ്ട്. അതിൽ കല്ലിട്ട് കളിക്കുന്ന കുട്ടികൾ. പട്ടണത്തിലുള്ള വാമി കൂപങ്ങൾ അന്തർദാനം ചെയ്തു തുടങ്ങി. എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കിണറുകളും എന്ത് ചെയ്തു തുടങ്ങി? മൂടി തുടങ്ങിയ. അന്തർദാനം ചെയ്യുന്ന പറഞ്ഞാൽ അടിയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? മൂടിക്കളയാണ് കിണറ്. ഉതുപ്പാന്റെ കുഴിഞ്ഞ കണ്ണുകൾ ആ സ്ഥാനം വഹിച്ചു. കുഴൽ വെള്ളം ഉള്ളപ്പോൾ കിണറ് അനാവശ്യമാണെന്നും ഉപയോഗിക്കാതെ കിടക്കുന്ന കിണറ്റിൽ കൊതുകുകൾ ഉണ്ടായി പൊതുജനാരോഗ്യം നശിപ്പിക്കുമെന്നും മറ്റുള്ളവർ ഉപദേശങ്ങളാൽ അയാളെ സമാധാനപ്പെടുത്താനും കിണർ മൂടിക്കാനും മിത്രങ്ങൾ യത്നിച്ചു. കിഴവന്റെ ആശയുടെ അവസാന ഇഴയും പൊട്ടി. സ്വന്തം ആളുകളും തനിക്ക് ശത്രുക്കളായല്ലോ എന്ന് വൃദ്ധൻ അത്യന്തം വാകുലപ്പെട്ടു. അയാളുടെ ഹൃദയം തപിച്ചു, ദ്രവിച്ചു. കണ്ണുനീർ നേത്രങ്ങളിൽ കൂടി നിർഗമിച്ച് മാറിടത്തെ മറച്ചു നിൽക്കുന്ന നരച്ച താടിയുടെ തുമ്പിൽ തൂങ്ങി. കിണർ മൂടേണ്ട അവസാന ദിവസവും ഇരുളിലാണ്ടു. പ്രകൃതി നിശ്ചലമായി. നഗരം വിശ്രമത്തിന് കൊതിച്ചു. വികാര വൈവശ്യമില്ലാത്തവരെ നിദ്രാദേവി തഴുകി. ഉതുപ്പാൻ കിണറ്റിൻകര ചെന്നു. അവിടെയെല്ലാം തൂത്ത് വൃത്തിയാക്കി. അതിനെ പല ഉരി വലം വെച്ചു. ഊഞ്ഞാലാടുന്നത് പോലെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അയാളുടെ മനസ്സും അതുതന്നെ ചെയ്തു. എത്ര സമയം അങ്ങനെ കഴിഞ്ഞെന്ന് അയാൾ അറിഞ്ഞില്ല. ലോകോപകാരത്തിനുള്ള തന്റെ ശ്രമഫലം. അനേകം ജീവന് ആശ്വാസം നൽകിയ അമൃത കലശം. ആത്മാവിന്റെ ഗതിക്ക് മാർഗമെന്ന് താൻ കരുതിയ പുണ്യവസ്തു. ആ കിണർ കുഴിച്ച കൈകൊണ്ട് തന്നെ നികത്തുക, പിന്നെ ജീവിച്ചിരിക്കുക. നന്മയെ തടയുന്ന നാഗരികതയുടെ കാലത്ത് നന്ദികെട്ട ആളുകളുടെ ഇടയിൽ ആ വൃത്തനേത്രങ്ങൾ കവിഞ്ഞൊഴുകി. മനസ്സിന്റെ ആട്ടം നിന്നതോടെ ആ ദുർബലന്റെ കാൽപെരുമാറ്റവും നിലച്ചു. അയാൾ കിണറ്റുമതിലിൽ ചാരി നിന്നു. അയാൾ കിണറ്റുമതിലിൽ കയറി. ചന്ദ്രൻ ചോദ്യരൂപത്തിൽ ഇന്ദ്രദിക്കിൽ നിന്നും എത്തി നോക്കി. പൊട്ടാൻ തുടങ്ങുന്ന മാറിടത്തെ അയാൾ ആ കുരിശടയാളത്തോട് ചേർത്ത് വെച്ചു. അങ്ങനെ നിന്നു. എത്ര നേരം നിന്നോ? അയാൾ പ്രാർത്ഥിക്കുകയായിരുന്നോ? അയാളുടെ തലയെ താങ്ങാനുള്ള ശ്രദ്ധ കഴുത്തിനില്ലാതെ പോയി. ഒരു തുള്ളി വെള്ളമെങ്കിലും ആ കണ്ണിൽ ഊറിയില്ല. അയാളുടെ തൊണ്ട വരണ്ടു. ഹൃദയം തമ്പേറടിച്ചു. പള്ളിയിൽ നിന്നും മണിനാദം മുഴങ്ങി. അയാൾ കേട്ടോ എന്നറിയില്ല. ഇങ്ങോട്ട് വരുവിൻ, ഇവിടെ ആശ്വസിക്കാം എന്നാരെങ്കിലും ആ ലോകോപകാരിയെ ക്ഷണിച്ചോ? അയാൾ അറിഞ്ഞുകൊണ്ടാണോ? ആ തെളിനീർ അയാളെ മാറോടണച്ചു. ആ കിണർ ജനയിതാവിന്റെ മേൽ വെള്ളം തൂകി. അയാൾ സ്വന്തം കിണറ്റിൽ നിന്ന് അന്ത്യമായി ജലപാനം ചെയ്തു. അയൽ വീട്ടിലെ നായ ചരമഗീതം പാടി. ചന്ദ്രന്റെ മുഖം വിളറി. ആ കിണർ ഉതുപ്പാന്റെ രഹസ്യത്തെ വിശ്വസ്തയോടെ ഗോപനം ചെയ്തു. അത്രയാണ് ഉള്ളത്. അപ്പൊ എന്താണ്? ഉതുപ്പാൻ അദ്ദേഹം കുഴിച്ച കിണറ്റിൽ തന്നെ ചാടി എന്ത് ചെയ്യാണ്? ആത്മഹത്യ ചെയ്യാണ് ചെയ്തത്. അത്രയാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഇങ്ങനെ പലരുടെയും മൈക്ക് ഓൺ ആണല്ലോ പിള്ളേരെ, ഓഫ് ചെയ്ത് വെക്കാവോ? ആൽഫ്രഡ് ജോബിന്റെ മൈക്ക് ഓൺ ആണല്ലോ, ഓഫ് ചെയ്ത് വെച്ചേ. ഹൃത്തിക്കിന്റെ മൈക്ക്. ക്ലാസ്സിന് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളുടെ സംസാരം കേൾക്കാവുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. ഹൃത്തിക്കിന്റെ മൈക്ക് ഓഫ് ചെയ്തു. ഓക്കെ. മൈക്ക് ഓൺ ആയിട്ടിരിക്കുമ്പോഴും നമുക്ക് ഇത് ബുദ്ധിമുട്ടാണ് ക്ലാസ്സിന്. അപ്പൊ നമ്മള് എന്തൊക്കെയായിരുന്നു? കരൂർ നീലകണ്ഠ പിള്ളയുടെ കഥയായിരുന്നു നമ്മൾ പഠിച്ച. അപ്പൊ ഉതുപ്പാനെ കുറിച്ചാണ്. അപ്പൊ ഉതുപ്പാൻ എന്ന് പറഞ്ഞ ഒരു പരോപകാരിയാണ്, അനാഥനാണ് അല്ലെ. അദ്ദേഹം ഒരു കിണർ കുഴിച്ചു. ആ കിണർ കുഴിച്ചത് നടന്ന സംഭവവികാസങ്ങളാണ് അല്ലെ. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്ത കിണർ കുഴിക്കുക, അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തത്. എല്ലാവർക്കും അല്ലെ, ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്തു. പക്ഷെ എന്ത് ചെയ്തു? നഗരസഭ അത് കണ്ടില്ല അല്ലെ. നഗരസഭ പുതിയ പരിഷ്കാരങ്ങളെ കൊണ്ടുവന്നു, കിണർ മൂടണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് എന്താണ്? അദ്ദേഹം ആ കിണർ മൂടാൻ അദ്ദേഹത്തിന് ആകെ ആ ഒരു തുണ്ട് ഭൂമി ഉണ്ടായിരുന്നുള്ളൂ. അത് ആ കിണറാണ് അല്ലെ. ആ കിണർ മൂടാൻ അദ്ദേഹത്തിന് കഴിയില്ല. അതെന്താണ്? അദ്ദേഹം സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്നതാണ്.
അപ്പൊ അത് മൂടിക്കഴിഞ്ഞാൽ പിന്നീട് ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉതുപ്പാന് പറ്റുന്ന കാര്യമല്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, വളരെയേറെ ദുഃഖിച്ചു. അപ്പൊ നമുക്കൊക്കെ അത് ആ ഒരു കൺസെപ്റ്റ് അല്ലെ, നമുക്കൊന്ന് മനസ്സിൽ വിചാരിക്കാൻ പോലും പറ്റില്ല അല്ലെ. അപ്പൊ ചില ആളുകൾക്ക് ചില വസ്തുക്കളോട് കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഉതുപ്പാൻ ആ കിണറിനോട് ഒരു ഭയങ്കരമായ ഒരു എന്താണ് സ്നേഹവും വാത്സല്യം ഒക്കെയാണ്. സ്വന്തം മോളെ പോലെയാണ് കൊണ്ടുനടന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഇത് മൂടണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്ത് ചെയ്യാണ് ലാസ്റ്റ് നഗരസഭ അന്ത്യശാസനം കൊടുക്കുകയാണ്. നാട മൂടിയില്ലെങ്കിൽ അതിനുള്ള എതിരെ നടപടി എടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്യാണ്, കിണർ മൂടുന്ന കാണാൻ വയ്യാത്തതുകൊണ്ട് ആ കിണറ്റിൽ തന്നെ ചാടി അദ്ദേഹം എന്ത് ചെയ്യാണ്, ആത്മഹത്യ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മുടെ പാഠഭാഗം. അപ്പൊ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ 1-2 വാക്യത്തിൽ ഉത്തരം എഴുതുക. വൺ വേർഡുകൾ ഉണ്ട് കേട്ടോ. ആ ചെറുനഗരത്തിൽ പലയിടത്തും ഉതുപ്പാനെ കാണാം. എവിടെയെല്ലാം നമ്മൾ പറഞ്ഞാണ്, ഹോട്ടലുകളുടെ വാതിക്കല്, വണ്ടിപ്പേട്ടയില്, വള്ളക്കടവില്, തന്നെക്കാൾ ഭാരമുള്ള ചുമടിന് കീഴെ, പട്ടണം ഉറങ്ങിയാൽ പീഡികത്തിനേൽ, അങ്ങനെ എല്ലായിടത്തും നമുക്ക് ഉതുപ്പാനെ കാണാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്, ടിക്കറ്റ് ആണ്. അത് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, വൺ വേർഡ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അവന്റെ ജീവിതാവശ്യങ്ങൾ ലഘുവാണ് എങ്കിലും അവനത് ഗുരുവാണ്, വിശദീകരിക്കുക. അപ്പൊ എന്താണ്, ഉതുപ്പാൻ കഴിയും മട്ടിൽ പണിയെടുക്കുകയും കിട്ടുന്നതുകൊണ്ട് ജീവിക്കുകയും ചെയ്യും, അവന് ആരുമില്ല. ശരിക്കും പറഞ്ഞാല് എന്താണ്, അവന്റെ ജീവിതാവശ്യങ്ങൾ ലഘുവാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾക്ക് ഒരുപാട് ചെലവിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് മറ്റുള്ളവർ വിചാരിക്കും. പക്ഷെ ഉതുപ്പാനെ വെച്ച് നോക്കുമ്പോ, ഇപ്പൊ ഞാൻ എന്റെ ഒരു കാര്യം മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർ അതേ കൺസെപ്റ്റിൽ എടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അല്ലെ. പക്ഷെ എനിക്കത് എങ്ങനെയായിരിക്കും, വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യം. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടായിരിക്കും. പക്ഷെ നിങ്ങൾ അത് മറ്റുള്ള ഒരാളുകളോട് പറയുമ്പോൾ അതേ രീതിക്ക് അവർ ഉൾക്കൊള്ളണമെന്നില്ല. അവർ ചിലപ്പോൾ എന്താണ്, ഒരു സിമ്പിൾ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, അതിനെ കാണുക. പക്ഷെ നമ്മൾ ആ രീതിക്കായിരിക്കുകയില്ല നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ അല്ലെ. അത്രേ ഉള്ളൂ. അതാണ് ലഘുവും ഗുരുവും എന്ന് പറഞ്ഞാൽ. അത് അത്രയും ഓർത്താൽ മതി, ചെറുതും വലുതും എന്ന് വിചാരിച്ചാൽ മതി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ടിക്ക് ചെയ്യണേ. യൗവനത്തെ ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോകുന്ന പുത്രിക്ക് സ്ഥിതിക്ക് അതിധനികനായ വരൻ മംഗലസൂത്രം ചാർത്തുന്ന മുഹൂർത്തത്തിൽ പിതാവിനുണ്ടായ കൃതാർത്ഥത ആ കുടുംബശൂന്യനും ഉണ്ടായി ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്താണ് ആ കിണർ കുഴിച്ച് അരഞ്ഞാണവും മതിലും കൽത്തൂണും കെട്ടി കിണറ്റുപാലവും വെച്ച് ഇങ്ങോട്ട് വരുവിൻ, ഇവിടെ ആശ്വസിക്കാമെന്ന് അതിനരികിൽ രേഖപ്പെടുത്തി വെച്ചു. ഒരു കപ്പി കൊളുത്തി തൊട്ടിയും കയറും ഇട്ടു. ഉതുപ്പൻ തന്നെ കിണറിനെ സ്വപുത്രിയെ പോലെ സ്നേഹിച്ചു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഉതുപ്പാന്റെ കിണറിന് നേരിടേണ്ടി വന്ന ഉപദ്രവങ്ങൾ എന്തൊക്കെയാണ്? പലരും കുളി കിണറ്റും കരയാക്കി, കുട്ടികൾ അതിൽ ചപ്പും ചവറും ഇട്ട് രസിച്ചു, ഒരു ദുരാഗ്രഹി തൊട്ടിയും മറ്റൊരു ഭാവി എന്ത് ചെയ്തു, കപ്പിയും മോഷ്ടിച്ചു. അതൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം കേട്ടോ. നഗരസഭ ഏർപ്പെടുത്തിയ പുതിയ പരിഷ്കാരങ്ങൾ എന്താണ്? ശുദ്ധജല വിതരണത്തിനും മലിനജല വിസർജനത്തിനുമുള്ള പദ്ധതികൾ നഗരസഭ സ്വീകരിച്ചു. ഉതുപ്പാന്റെ അന്ത്യം എങ്ങനെയായിരുന്നു? തന്റെ കിണറിനെ അത്യധികം സ്നേഹിച്ച ആ കിണറ്റിൽ തന്നെ എന്ത് ചെയ്തു, ഉതുപ്പാൻ ജീവനൊടുക്കി. അല്ലെ, നന്ദികെട്ട ലോകം എന്ന് ഉതുപ്പാൻ വിചാരിക്കാനുള്ള കാരണം എന്താണ്? കുഴൽ വെള്ളം വന്നപ്പോ എല്ലാരും എന്ത് ചെയ്തു, കിണറിനെ മറന്നുപോയി. പിന്നെ ഉതുപ്പാന്റെ നിത്യജോലികൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു പോയതാണ്. ഒഴിവു സമയങ്ങളിൽ പ്രാർത്ഥിക്കാനും സുവിശേഷ പ്രസംഗം കേൾക്കാനും വഴിവെക്കലും ചന്തമുക്കിലും നിന്ന് വേദോപദേശം ചെയ്തു, ശിശുക്കൾക്ക് യേശുക്കഥകൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഉതുപ്പാന്റെ ബുദ്ധിശൂന്യതയെ പറ്റി പറഞ്ഞത്. അപ്പൊ കിണർ കുഴിച്ചപ്പോ അതിന്റെ സൈഡിൽ നിന്ന് ആളുകൾ പല അഭിപ്രായങ്ങളും പറഞ്ഞു അല്ലെ, പലരും കളിയാക്കുകയാണ് ചെയ്തത്. അവിടെ ഒരു കുടില് കെട്ടി പുട്ടും പഴം വിറ്റിരുന്നെങ്കിൽ അവന് ഉപജീവനത്തിനായേനെ. പിന്നെ ഉതുപ്പാന്റെ വക എന്നുകൂടി എഴുതി വെച്ചിരുന്നെങ്കിൽ പ്രശസ്തിക്ക് കൊള്ളായിരുന്നു. പിന്നെ തീരെ ഗതി കേട്ടാൽ അവന് കുടിച്ച് അവന് വല്ലവരുടെയും കിണർ അന്വേഷിക്കേണ്ടതില്ലല്ലോ എന്ന് പലരും എന്ത് ചെയ്തു, പല അഭിപ്രായങ്ങളും പറഞ്ഞു. അപ്പൊ നമ്മളും നമ്മുടെ നിത്യജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ പലരും എങ്ങനെയായിരിക്കും, പല രീതിയിലായിരിക്കും, ഒഴുക്കമട്ടിലായിരിക്കും എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളെയും സമീപിക്കുക. നഗരസഭാ ഉദ്യോഗസ്ഥർ തമുക്കടിച്ച് പരസ്യപ്പെടുത്തിയത് എന്താണ്? നഗരത്തിലുള്ള ജലധാരകളെല്ലാം എന്ത് ചെയ്യണം, 30 ദിവസത്തിനുള്ളിൽ മൂടണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, മൂടിയില്ലെങ്കിൽ നഗരസഭ തന്നെ അത് ഏറ്റെടുത്ത് ചെയ്യും. പക്ഷെ എന്ത് ചെയ്യുന്നു, ഉടമസ്ഥനിൽ നിന്നും അതിനുള്ള ചെലവ് ഈടാക്കും. കളിക്കോപ്പായി കിണറിനെ കാണുന്ന കുട്ടികൾ ഏതു തരം മാനസികാവസ്ഥ? അപ്പൊ കുട്ടികൾക്ക് മാനസികാവസ്ഥ അല്ല, അവരെന്താണ്, ഉതുപ്പാന്റെ സേവനോ അല്ലെങ്കിൽ ആ സ്നേഹമോ ഒന്നും അവരത് നോക്കുന്നില്ല. അവരെന്താണ്, അത് കളിക്കോപ്പായിട്ട് മാത്രമാണ് കരുതുന്നത്. അപ്പൊ അങ്ങനെയുള്ളത്. പിന്നെ നമ്മൾ റിപ്പീറ്റഡ് പറയുന്നത്. പിന്നെ ഉതുപ്പാന്റെ നിസ്വാർത്ഥ സേവനത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ജനങ്ങൾ ഏത് സാമൂഹ്യ അവസ്ഥയെ പ്രതിനിധാനം ചെയ്യുന്നു? എസ്സേ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഉതുപ്പാന്റെ കിണർ എന്ന കഥ എപ്രകാരമാണ് പാരിസ്ഥിതിക പ്രാധാന്യം അർഹിക്കുന്നത്? ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആട്ടോ. താൻ കുഴിച്ച കിണറ്റിൽ തന്നെ ഉതുപ്പാന് ജീവിതം ഒടുക്കേണ്ടി വന്ന സാഹചര്യം എന്താണ്? നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. പിന്നെ
ആ കിണർ ഉതുപ്പാന്റെ രഹസ്യത്തെ വിശ്വസ്തയോടെ ഗോപനം ചെയ്തു. കിണർ ജീവനുള്ള കഥാപാത്രമായി കൃതിയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ വിലയിരുത്തുക. അത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാം നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ വിവരണം തന്നിട്ടുണ്ട്, കൺക്ലൂഷൻ തന്നിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഈ ഒരു എസ് പഠിക്കുക കേട്ടോ. ഈ ഒരു എസ് പഠിച്ചാൽ എല്ലാത്തിനുള്ള ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചോദ്യം ഏത് രീതിയിലാണ് ചോദിക്കുന്നതെന്ന് മാത്രം നോക്കിയേച്ച് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. അത്രയാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത്. ഇനി നമുക്ക് 15ാമത്തെ പാഠത്തിലേക്ക് പോകാം. കടൽ തീരത്ത് OV വിജയന്റെ ഒരു കഥയാണ് നമുക്ക് അതിന് അടുത്ത് പഠിക്കാനുള്ളത്. നിങ്ങൾ പലരും പഠിച്ചിട്ടുള്ള ഒരു കഥയായിരിക്കും അല്ലെ, ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ പാഠാപഗ്രഥനം ഒന്ന് നമുക്ക് നോക്കാം. പാഠാപഗ്രഥനം ഗ്രന്ഥകാര പരിചയമുണ്ട്. അപ്പൊ 132ാമത്തെ പേജിലെ ഗ്രന്ഥകാര പരിചയം നോക്കിയാൽ OV വിജയനെ കുറിച്ചൊരു കൊടുത്തിട്ടുണ്ട്. 1930 ജൂലൈ 2 പാലക്കാട് ജില്ലയിലെ കൊടുവായൂരിനടുത്ത് വിളയൻ ചാത്തന്നൂർ ഗ്രാമത്തിലെ ഊട്ടുപാലക്കൽ ഭവനത്തിൽ ജനിച്ചു. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു തരാം കേട്ടോ. അപ്പൊ ഏതെങ്കിലുമൊക്കെ എടുത്തേച്ച് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അധ്യാപകൻ, പത്രപ്രവർത്തകൻ, കാർട്ടൂണിസ്റ്റ് തുടങ്ങി വിവിധ തൊഴിലുകൾ സ്വീകരിച്ചു. 118 കഥകളും 6 നോവലുകളും നിരവധി ലേഖനങ്ങളും കാർട്ടൂണുകളും രചിച്ചിട്ടുണ്ട്. അന്ന് അണ്ടർലൈൻ ചെയ്യൂ. 118 കഥകൾ ആരുടെയാന്ന് ചോദിക്കാം. ആ കഥകളുടെ എണ്ണമാണ് കൊടുത്തേക്കണേ കേട്ടോ. പിന്നെ 6 നോവലുകളുണ്ട്. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നോവലുകളിൽ ഒന്നായി കരുതപ്പെടുന്നു. അപ്പൊ ഖസാക്കിന്റെ ഇതിഹാസം ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ധർമ്മപുരാണം, ഗുരുസാഗരം, മധുരം ഗായതി, പ്രവാചകന്റെ വഴി, തലമുറകൾ എന്നിവയാണ് മറ്റു നോവലുകൾ. പ്രശസ്ത കൃതികളെല്ലാം തന്നെ ഇംഗ്ലീഷ്, ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. വാക്കുകളുടെ കൂട്ടിലേക്ക് സഞ്ചരിച്ച എഴുത്തുകാരൻ എന്ന വിശേഷണം വിജയന്റെ സർഗപ്രതിഭയുടെ ഔന്നത്യം സ്പഷ്ടമാക്കുന്നു. നിരവധി ചെറുകഥാ സമാഹാരങ്ങളും കാർട്ടൂൺ സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2005 മാർച്ച് 30 OV വിജയൻ അന്തരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിനി അടുത്തൊരു കഥയിലേക്ക് പോകാം. അപ്പൊ അതിനകത്ത് ഒരു പാഴുതറ ദേശത്തെ കുറിച്ച് നമുക്ക് ഈ കഥയിൽ പഠിക്കാനുള്ള ഏതാണ്? വെള്ളായ്യപ്പനുണ്ട്, അദ്ദേഹത്തിന്റെ മകനുണ്ട് കണ്ടുണ്ണി. എന്താണ്, കണ്ടുണ്ണി ജയിലിലാണ്, കണ്ണൂർ ജയിലിലാണ്. അപ്പൊ എന്തോ കൊലപാതകം എന്തോ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അവനെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. ഇതറിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അച്ഛനായ വെള്ളായ്യപ്പൻ എന്ത് ചെയ്യുന്നു, ജയിലിലേക്ക് മകനെ അവസാനമായിട്ട് കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പൊ യാത്ര പുറപ്പെടുന്നതും വഴിയിൽ വെച്ച് കാണുന്ന ആളുകളെയും മകനെ പോയി കാണുന്നതും തുടർന്ന് മകനെ മരിച്ച് കൊണ്ടുവരുന്നു. അതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കഥയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നോക്കിയേക്കാം. കടൽ തീരത്ത് OV വിജയന്റെയാണ്. വെള്ളായിയപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്നും കൂട്ട നിലവിളി ഉയർന്നു. അപ്പുറത്ത് അമ്മിണിയുടെ വീട്ടിലും അതിനപ്പുറത്ത് മുത്തുരാവുത്തന്റെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കളായി, വിഷാദവാന്മാരായി. ആ വീടുകൾക്കും അപ്പുറത്ത് പാഴുതറയിലെ 50 ചില്ലുവാനും കുടിലുകളിൽ അത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു. വെള്ളായപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. വെള്ളായപ്പന്റെ കൂടെ തീവണ്ടി കയറാൻ പണം ഉണ്ടായിരുന്നെങ്കിൽ അമ്മിണിയേടത്തിയും മുത്തുവണ്ണനും നാഗേലച്ചനും കോമ്പി പൂശാരിയും പിന്നെ പാഴുതറയിൽ ഉള്ളവരത്രയും തന്നെ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു. കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിന് വേണ്ടിയായിരുന്നു. വെള്ളായപ്പൻ കുടിയിരിപ്പുകൾ വിട്ട് നെടുമ്പരമ്പത്തൂടെ പാടം മുറിച്ചു കടന്നു. പിന്നിൽ നിലവിളി അകന്നു ശമിച്ചു. ഇപ്പോൾ നെടുമ്പരമ്പ് വിട്ട് വെള്ളായപ്പൻ പറമ്പിലേക്ക് കയറി. പറമ്പിലെ മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടി പാത നീണ്ടുപോകുന്നു. ദൈവങ്ങളെ, തമ്പുരാക്കന്മാരെ, വെള്ളായപ്പൻ വിളിച്ചു. ചവിട്ടടി പാതകൾക്ക് ഇരുവശവും നിന്ന കരിമ്പനകളിൽ കാറ്റ് പിടിച്ചു. പട്ടകളിൽ കാറ്റിരമ്പുന്നത് വെള്ളായപ്പന് അന്ന് ആദ്യമായി അപരിചിതമായി തോന്നി. പനംപട്ടകൾ സംസാരിക്കുന്നത് പോലെ, പനംപട്ടകളിൽ ഊട്ടുദൈവങ്ങളെയും കാരണവന്മാരെയും സംസാരിക്കുന്നത് പോലെ. തുവർത്തിൽ കെട്ടിയ പൊതിച്ചോറിന്റെ കഞ്ഞി നനവ് കയ്യിൽ തട്ടി. തന്റെ കോടച്ചി ഈ ചോറ് പൊതി കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയിട്ടുണ്ടായിരിക്കണം. കണ്ണുനീരിന്റെ ഓതം തോർത്തിന്റെ കെട്ടിലൂടെ കുതിർന്നു പിടിക്കുന്നു. തീവണ്ടി ഓഫീസിലെത്താൻ ഇനിയും 4 കല്ല് നടക്കണം. കുറച്ച് നടന്നപ്പോൾ കുട്ടീസൻ മാപ്പിള എതിരെ വരുന്നു. കുട്ടീസൻ മാപ്പിള ആദരവോടെ വഴി മാറി നിന്നു. വെള്ളായിയപ്പൻ
മാപ്പിള പറഞ്ഞു. മരക്കാരെ, വെള്ളായപ്പൻ പ്രതിവഹിച്ചു. അത്രമാത്രം. 2 വാക്കുകൾ, പേരുകൾ. എന്നാൽ ആ വാക്കുകളിൽ ദീർഘവും സമ്പന്നവുമായ സംഭാഷണ പരമ്പരകൾ അടങ്ങിയത് വെള്ളായപ്പനും കുട്ടീസൻ മാപ്പിളയും അറിഞ്ഞു. മരക്കാരെ, നിങ്ങൾക്ക് ഞാൻ 15 ഉറുപ്പിക കടം വീട്ടാനുണ്ട്. അല്ല, 15 ഉറുപ്പികയും 4 അണയും. വെള്ളായി, ഈ യാത്രയിൽ അതിനെക്കുറിച്ച് ഓർക്കരുത്. മരക്കാരെ, ഇനി ഒരിക്കലും എനിക്കത് വീട്ടാൻ കഴിഞ്ഞെന്നും വരില്ല. വീട്ടാത്ത കടങ്ങൾ പടച്ചവന്റെ സൂക്ഷിപ്പുകളാണ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്റെ ഉള്ളു പൊട്ടുന്നു. എന്റെ പ്രാണൻ പറയുന്നു, പടച്ചവൻ തുണയ്ക്കട്ടെ, മുത്തുനബി തുണയ്ക്കട്ടെ, നിന്റെയും എന്റെയും ദൈവങ്ങൾ തുണയ്ക്കട്ടെ. കരിമ്പനപ്പട്ടയിലെ കാറ്റ് ദൈവസാന്ദ്രമായി. കുട്ടീസൻ മാപ്പിളയെ വിട്ടുകൊണ്ട് വെള്ളായപ്പൻ യാത്ര തുടർന്നു. ഇനിയും 4 കല്ല് നടക്കണം. വഴിയിൽ പിന്നെയും ഒരഭിമുഖം. നീലി മണ്ണാത്തി. അലക്കിയ തുണികളുടെ കെട്ട് ചുമലിൽ ഞാത്തി എതിരെ വരുന്ന നീലി വഴി മാറി നിന്നു. വെള്ളായി അച്ചോ, അവൾ പറഞ്ഞു. അത്രമാത്രം. നീലിയെ, വെള്ളായപ്പൻ പറഞ്ഞു. അത്രമാത്രം. 2 വാക്കുകൾ മാത്രം. 2 വാക്കുകൾക്കിടയിൽ സാന്ത്വനത്തിന്റെ നിറവ്. വെള്ളായപ്പൻ നടന്നു. ചവിട്ടടിപ്പാത വെട്ടുവഴിയിൽ ചേർന്നു. വെള്ളായപ്പൻ വെട്ടുവഴിയിലൂടെ നടന്നു. വെട്ടുവഴി പുഴയിലേക്ക് ഇറങ്ങി. പുഴ കടന്ന് മേട് കയറിയാൽ പിന്നെ തീവണ്ടി ഓഫീസിലേക്കുള്ള വഴിയാണ്. പുഴമണലിൽ നിന്ന് വെള്ളായപ്പൻ പുഴ വെള്ളത്തിലേക്ക് ഇറങ്ങി. കാൽവെണ്ണയെ തഴുകിക്കൊണ്ട്, പരൽ മീനുകളെ പേറിക്കൊണ്ട് പുഴ ഒഴുകി. പുഴയുടെ നടുക്കെത്തിയപ്പോൾ പുളിയുടെ ഒരനുഭവം വെള്ളായപ്പനെ തളർത്തി. അപ്പന്റെ ശവത്തെ കുളിപ്പിച്ചത് മകൻ, അവന്റെ കുട്ടിക്കാലത്ത് കുളത്തിൽ കുളിപ്പിച്ചത് ഇളം ചൂടുവെള്ളം, അതൊക്കെയും ഓർമ്മ വന്നു. പുഴ കടന്ന് അപ്പുറത്തെ മേട് കയറുവോളം വെള്ളായപ്പൻ കരഞ്ഞു. തീവണ്ടി ഓഫീസിലെത്തിയ വെള്ളായപ്പൻ ചീട്ട് വാങ്ങുന്നിടത്ത് വരിയിൽ നിന്നു. ഉടുമുണ്ടിന്റെ കോന്തലഴിച്ച് പണം പുറത്തെടുത്തു. കണ്ണൂര്, വെള്ളായപ്പൻ പറഞ്ഞു. ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി ജനലിലൂടെ പുറത്തേക്കിട്ടപ്പോൾ യാത്രയുടെ ഒരു ഘട്ടം താണ്ടിയതുപോലെ വെള്ളായപ്പന് തോന്നി. ചീട്ടിനെ മുണ്ടിന്റെ കോന്തലയിൽ കെട്ടി വെള്ളായപ്പന് പടവുകൾ കയറി പ്ലാറ്റ്ഫോമിലെത്തി. ബെഞ്ചിൽ വണ്ടിക്കായി കാത്തിരുന്നു. അകലെ സൂര്യൻ താഴുന്നു. ഇരുണ്ടു തുടങ്ങുന്ന കരിമ്പനകൾക്ക് മുകളിലൂടെ പക്ഷികൾ പറന്ന് കൂട് പറ്റുന്നു. മുണ്ടകപ്പാടത്തിന്റെ വരമ്പത്ത് തന്റെ ചെറുവിരലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അസ്തമയത്തിന്റെ പക്ഷികളെ നോക്കി അത്ഭുതപ്പെട്ട മകനെ വെള്ളായപ്പൻ ഓർത്തു. അസ്തമയത്തിലൂടെ പാടത്തേക്ക് ഇറങ്ങി കിടക്കുന്ന സ്വന്തം അപ്പനെ പേരുകൾക്കിടയിൽ എന്ന പോലെ, 2 വാക്കുകൾക്കിടയിൽ എന്ന പോലെ എന്തിന്റെയൊക്കെയോ നിറവ്. ബെഞ്ചിൽ ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്ത് വന്ന് ഇരിപ്പുറപ്പിച്ച ഒരു കാർന്നവർ ചോദിച്ചു, കോയമ്പത്തൂർക്കോ? കണ്ണൂർ. വെള്ളായപ്പൻ പറഞ്ഞു. ഞാൻ കോയമ്പത്തൂരാണ്. ഓ, കണ്ണൂര് വണ്ടി 10 മണിയാകും. ഓ, കണ്ണൂർ എന്താ പണി? വിശേഷിച്ചൊന്നുമില്ല, വെറുതെ പോകാണ്. അപരിചിതന്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ വെള്ളായപ്പന്റെ കഴുത്തിൽ മുറുകി. പാഴുതറയുടെ നെടുവരമ്പ് കടന്നാൽ ലോകം മുഴുവൻ അപരിചിതമാണ്. അപരിചിതരുടെ താല്പര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകളായി. കോയമ്പത്തൂരിലേക്കുള്ള വണ്ടി നേരത്തെ വരികയാൽ ബെഞ്ചിൽ സമീപത്തിരുന്ന കാരണവർ എഴുന്നേറ്റ് പോയി. വെള്ളായപ്പൻ തനിച്ചായി. ചോറ് പൊതി അഴിക്കാൻ തോന്നിയില്ല. തുവറത്തിലൂടെ പുറത്തേക്ക് കുതിർന്ന അതിന്റെ നനവിൽ കൈവച്ചുകൊണ്ട് വെള്ളായപ്പൻ ഇരുന്നു. അങ്ങനെ ഇരുന്നുറങ്ങി. ഉറക്കത്തിൽ കിനാവ് കണ്ടു. കിനാവിൽ വെള്ളായപ്പൻ പറഞ്ഞു, കണ്ടുണ്ണിയേ, മകനെ. തീവണ്ടിയുടെ ചീറ്റിലും നടുക്കവും വെള്ളായപ്പനെ ഉണർത്തി. വെള്ളായപ്പൻ തട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. മുണ്ടിലെ കോന്തലയിലെ ചീട്ട് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കി നിജം വരുത്തി. പതുക്കെ വണ്ടിയിലേക്ക് നടന്നു. ഒഴിവ് കണ്ടെടുത്ത് കയറാൻ തുടങ്ങി. ഇത് 1-ാം ക്ലാസ് ആണ് കാർന്നോരെ. തന്നെ. അപ്പുറത്തെ പെട്ടിയിൽ റിസർവ്ഡ് ആണ്. തന്നെ. അപ്പുറത്ത് നോക്കിക്കോളൂ കാർന്നോരെ. അപരിചിതരുടെ സ്വരങ്ങൾ. ഒടുവിൽ ഒരു പെട്ടിയിൽ കയറിക്കൂടി. ഇരിക്കാൻ ഇടമില്ല. പിടിച്ചു നിൽക്കാം. ഞാൻ നിന്നുകൊള്ളാം. എനിക്ക് ഉറങ്ങേണ്ട. ഈ രാത്രിയിൽ എന്റെ മകൻ ഉറക്കമിളയ്ക്കുന്നു. തീവണ്ടിയുടെ താളം. നിലം മാറുന്നതിനനുസരിച്ച് അതിന്റെ താളഭേദം. വഴിവിളക്കുകൾ, പുഴമണൽ തിട്ടകൾ, മരങ്ങൾ. വളരെ മുമ്പൊരിക്കലാണ് തീവണ്ടിയിൽ സഞ്ചരിച്ചിട്ടുള്ളത്. പകലിന്റെ വെളിച്ചത്തിൽ. ഇത് രാത്രി വണ്ടിയാണ്. മങ്ങിയ ചിത്രങ്ങൾ പതിച്ച ചുവരുകളിലുള്ള ഒരു തുരങ്കത്തിലൂടെ അത് പായുന്നു. കണ്ണൂരെത്തിയപ്പോൾ നേരം പുലർന്നിട്ടില്ല. അപ്പോഴും കെട്ടഴിക്കാതെ പൊതിച്ചോറ് കയ്യിലിരുന്നു. ഗേറ്റിൽ ചീട്ട് തിരിച്ചു കൊടുത്തുകൊണ്ട് വെള്ളായപ്പൻ പുറത്തു കടന്നു. ആകാശത്തിന്റെ ഇരുട്ടിൽ അകലെ എവിടെയോ വിടരുന്ന പുലരിയുടെ സൂചന. തീവണ്ടി ഓഫീസിന്റെ മുറ്റത്ത് കൂട്ടം തട്ടി നിന്ന കുതിരവണ്ടിക്കാർ വണ്ടി വേണോ എന്ന് വെള്ളായപ്പനോട് ചോദിച്ചില്ല. ജയിലിലേക്ക് ഏതാണ് വഴി? ആരോ ചിരിച്ചു.
ഒരു കിഴവൻ നേരം പുലരും മുമ്പ് ജയിലിലേക്കുള്ള വഴി തേടുന്നു. വീണ്ടും ആരോ ചിരിച്ചു. കാർന്നോരെ കട്ടാൽ മതി, ജയിലിൽ എത്തിച്ചേരാം. അപരിചിതരുടെ സ്വരങ്ങൾ കഴുത്തിനു ചുറ്റും പിരിഞ്ഞു മുറുകി. വെള്ളായപ്പന് ശ്വാസം മുട്ടി. അവസാനം ആരോ വഴി പറഞ്ഞു കൊടുത്തു. വെള്ളായപ്പൻ നടന്നു. കാക്കക്കരച്ചിലൂടെ മുകളിൽ പതുക്കെ ആകാശങ്ങൾ തെളിഞ്ഞു. ജയിലിന്റെ പടിക്കൽ പാറാവുകാരൻ വെള്ളായപ്പനെ തടഞ്ഞു. എങ്ങോട്ടാ ഈ രാവിലെ? വെള്ളായപ്പൻ വിങ്ങി. കുട്ടിയുടെ നിസ്സഹായയോടെ അയാൾ പാറാവുകാരന്റെ മുമ്പിൽ നിന്നു. എന്നിട്ട് പതുക്കെ മുണ്ടിന്റെ കോന്തല അയച്ച് മഞ്ഞ നിറത്തിലൊരു കടലാസ് പുറത്തെടുത്തു. കടലാസ് ചുരുണ്ട് അലങ്കോലമായിരുന്നു. എന്താ അത്? പാറാവുകാരൻ ചോദിച്ചു. വെള്ളായപ്പൻ കടലാസ് പാറാവുകാരനെ ഏൽപ്പിച്ചു. പാറാവുകാരൻ കടലാസിലേക്ക് നോക്കിയില്ല. വെള്ളായപ്പൻ പറഞ്ഞു, എന്റെ കുട്ടി ഇവിടെ ഉണ്ട്. ഈ പുലർച്ചെ ആരാ വരാൻ പറഞ്ഞത്? പാറാവുകാരൻ പരുക്കനായി പറഞ്ഞു, ആഫീസ് തുറക്കട്ടെ. ഏതോ ശീലത്തിന്റെ സ്വാധീനത്തിൽ പാറാവുകാരൻ കടലാസ് നിവർത്തി നോക്കി. പാറാവുകാരന്റെ മുഖം പൊടുന്നനെ കനിവിട്ടതായി. നാളെയാണല്ലേ? പാറാവുകാരൻ പറഞ്ഞു. എനിക്ക് പിടിയില്ല, വെള്ളായപ്പൻ പറഞ്ഞു. കടലാസിൽ എന്താണ് എഴുതി കിടക്കണതാവോ? പാറാവുകാരൻ കടലാസിലെ വിവരങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു വായിച്ചു. അതെ, നാളെ രാവിലെ 5 മണിക്ക്, അയാൾ പറഞ്ഞു. വെള്ളായപ്പന്റെ കണ്ണുകൾ വിടർന്നു. അവയിൽ അന്താളിപ്പ് നിറഞ്ഞു. തന്നെ, വെള്ളായപ്പൻ പറഞ്ഞു. കാർന്നോർ ഇവിടെ ഇരിക്കൂ. ഓ. ജയിലിന്റെ ഉമ്മറത്തെ ചാരുപടിയിൽ വെള്ളായപ്പൻ ഇരുന്നു, അമ്പലത്തിലെ നട തുറക്കാൻ കാത്തിരിക്കുന്നത് പോലെ. കാർന്നോർക്ക് ചായയോ മറ്റോ വേണോ? വേണ്ട. എന്റെ മകൻ ഈ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാകില്ല. ഉറങ്ങാതെ ഉണർന്നിട്ടും ഉണ്ടാവില്ല. ഉറങ്ങാതെ ഉണരാതെ അവന് ചായ കുടിക്കാൻ മനസ്സ് വരുന്നത് എങ്ങനെ? വെള്ളായപ്പന്റെ കൈപ്പഴം പൊതിച്ചോറിൽ അമർന്നു. മകനെ, ഈ പൊതിച്ചോറ് നിന്റെ അമ്മ എനിക്ക് വേണ്ടി പൊതിഞ്ഞതാണ്. രാത്രിയിൽ ഞാൻ അത് കഴിക്കാതെ ഇവിടെ വരെ എത്തിച്ചു. ഇനി നിനക്കു തരാൻ എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. തുവർത്തിനകത്ത് കെട്ടഴിക്കാതെ കിടന്ന പാഥേയം പുളിച്ചു. നേരം പതുക്കെ പതുക്കെ വെളുത്തു. നേരം പതുക്കെ പതുക്കെ കനച്ചു. ആഫീസ് തുറന്നു. ആളുകൾ മേശകൾക്ക് പുറകിൽ സ്ഥാനം പിടിച്ചു. പാറാവുകാർ കവാത്ത് നടത്തി. തടവറ സജീവമായി. മേധാവികൾ കടലാസ് പരിശോധിക്കുന്നു. മേധാവികൾ ഉത്തരവിടുന്നു. ഉത്തരവുകളുടെ അപരിചിത സ്വരങ്ങൾ, വിദ്വേഷവും നിന്ദയും പകയുമില്ലാത്ത കുരുക്കൾ. അവ ചുറ്റിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നു. വെയിലിന് ചൂട് കൂടുന്നു. ഇവിടെ കാത്തിരിക്കൂ. വെള്ളായപ്പൻ കാത്തിരിക്കുന്നു. നീണ്ടു നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു പാറാവുകാരൻ വെള്ളായപ്പനെ തടവറയുടെ ഉള്ളുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. വെയിലിന്റെ ചൂടറിയാത്ത തണുത്ത ഇടനാഴികൾ. ഇതാ ഇവിടെയാണ്. ഇരുമ്പഴികൾക്ക് പിന്നിൽ കണ്ടുണ്ണി കണ്ടു, അപരിചിതനെ പോലെ. കണ്ടുണ്ണി വെള്ളായപ്പനെ നോക്കി. സാന്ത്വനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാനാകാത്ത മനസ്സിന്റെ മറ. പാറാവുകാരൻ അഴിവാതിൽ തുറന്ന വെള്ളായപ്പനെ അകത്ത് പ്രവേശിപ്പിച്ചു. അപ്പനും മകനും നേരോട് നേരെ തെല്ലിട നേരെ നിന്നു. പിന്നെ വെള്ളായപ്പൻ മകനെ കെട്ടിപ്പിടിച്ചു. കണ്ടുണ്ണി ശ്രവണത്തിനപ്പുറത്തുള്ള ഒരു സ്ഥായിയിൽ നിലവിളിച്ചു. വെള്ളായപ്പൻ കരഞ്ഞു വിളിച്ചു, മകനെ. കണ്ടുണ്ണി മറുവിളി വിളിച്ചു, അപ്പാ. 2 വാക്കുകൾ മാത്രം. 2 വാക്കുകൾക്കിടയ്ക്ക് ദുഃഖത്തിൽ, മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ കൈമാറി. മകനെ, നീ എന്തു ചെയ്തു? എനിക്ക് ഓർമ്മയില്ല അപ്പാ. മകനെ, നീ കൊലപാതകം നടത്തിയോ? എനിക്ക് ഓർമ്മയില്ല. സാരമില്ല മകനെ, ഇനി ഒരിക്കലും ഓർക്കേണ്ടതില്ല. ഇനിയൊന്നും ഓർക്കേണ്ടതില്ല. പാറാവുകാർ ഓർമ്മിപ്പിക്കുമോ? ഇല്ല മകനെ. അപ്പൻ എന്റെ വേദന ഓർക്കുമോ? ഉച്ചസ്ഥായിലുള്ള നിശബ്ദമായ നിലവിളി. അപ്പ, എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുതേ. 2 വാക്കുകൾക്കിടയിൽ ഈ വിനിമയം അത്രയും. കാർന്നോരെ, പുറത്തു വരൂ, സമയം കഴിഞ്ഞു. വെള്ളായപ്പൻ പുറത്തു വരുന്നു. അയാൾക്ക് പിന്നിൽ ഇരുമ്പഴി വാതിൽ അടയുന്നു. നീങ്ങുന്ന തീവണ്ടി മുറിയിൽ നിന്നും പുറത്തേക്ക് നോക്കും പോലെ. ഇരുമ്പഴിയുടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അപരിചിതനായ കണ്ടുണ്ണി നിന്നു. അവസാനത്തെ തിരിഞ്ഞുനോട്ടത്തിന്റെ ശ്രദ്ധാഞ്ജലിയോടെ വെള്ളായപ്പൻ നടന്നകന്നു. ജയിലിന്റെ പരിസരങ്ങളിൽ വെള്ളായപ്പൻ അങ്ങുമിങ്ങായി കാത്തുകിടന്നു. സൂര്യൻ ഉച്ചയിലെത്തി. നേരം താണു. ഈ രാത്രിയിൽ കണ്ടുണ്ണി ഉറങ്ങുമോ? രാത്രി പിന്നിടുന്നു. മതിലുകൾക്കകത്ത് കണ്ടുണ്ണി ജീവിക്കുന്നു. പുലർച്ചയ്ക്ക് മുമ്പ് കൊമ്പുവിളികൾ മുഴങ്ങുന്നത് വെള്ളായപ്പൻ കേട്ടു. അത് വധശിക്ഷയുടെ ചടങ്ങാണെന്ന് വെള്ളായപ്പൻ അറിഞ്ഞിരുന്നില്ല. രാവിലെ 5 മണിക്കാണെന്ന് അവർ പറഞ്ഞിരുന്നു. കയ്യിൽ ഘടികാരമില്ലെങ്കിലും ഒരു കർഷകന്റെ ജന്മസിദ്ധിയിലൂടെ വെള്ളായപ്പൻ സമയം അറിഞ്ഞു. ഒരു പേറ്റിച്ചിയെ പോലെ തന്റെ മകന്റെ ദേഹത്തെ വെള്ളായപ്പൻ പാറാവുകാരിൽ നിന്നും ഏറ്റുവാങ്ങി.
കാർന്നവർക്ക് താല്പര്യമുള്ളതുപോലെ ശവം സംസ്കരിക്കാം. വേണ്ട, എനിക്ക് താല്പര്യമില്ല. ശവത്തിന്റെ ചുമതല നിങ്ങൾ ഏൽക്കുന്നില്ലേ യജമാനന്മാരെ? എന്റെ കയ്യിൽ പണമില്ല. ഉന്തുവണ്ടികളുടെ പിറകെ തോട്ടികളുടെ കൂടെ വെള്ളായപ്പൻ നടന്നു. പട്ടണങ്ങളുടെ പുറത്തുള്ള നിലങ്ങൾക്ക് മുകളിൽ കഴുകന്മാർ ചുറ്റിപ്പറന്നു. മണ്ണ് മൂടുന്നതിന് മുമ്പ് കണ്ടുണ്ണിമ്മയുടെ മുഖം വെള്ളായപ്പൻ ഒരു നോക്ക് കണ്ടു. ആ നെറ്റിയിൽ കൈപ്പടം വെച്ച് അനുഗ്രഹിച്ചു. വെള്ളായപ്പൻ വെയിലത്ത് അലഞ്ഞു നടന്ന കടൽപ്പുറത്തെത്തി. ആദ്യമായി കടൽ കാണുകയാണ്. കൈപ്പടങ്ങളിൽ എന്തോ നനഞ്ഞു കുതിരുന്നു. കോടച്ച് കെട്ടിത്തന്ന പൊതിച്ചോറാണിത്. വെള്ളായപ്പൻ പൊതിയഴിച്ചു. വെള്ളായപ്പൻ അന്നം നിലത്തേക്കെറിഞ്ഞു. വെയിലിന്റെ മുകൾ തട്ടിൽ എവിടെയോ നിന്നോ ബലിക്കാക്കകൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു. ഇത്രയാണ് നമ്മുടെ ആ കഥ. ഇപ്പൊ ഒരു രണ്ട് കഥകൾ നമ്മൾ പഠിച്ച രണ്ട് കഥകളും ഒരു ദുഃഖ പര്യവസായിയായ കഥകളാണ് അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നോക്കാം. അപ്പൊ പാഴുതറ ദേശം കടൽ തീരത്ത് എന്ന കഥയിൽ എപ്രകാരമാണ് ചിത്രീകരിച്ചത്? ഒരു ഗ്രാമീണ ജീവിതമാണ് നമ്മൾ ആദ്യ ഭാഗത്ത് പറഞ്ഞായിരുന്നില്ല. ഗ്രാമീണ ജീവിതത്തിന്റെ തനിമ വ്യക്തമാക്കുന്ന ഒരു ദേശമായി പാഴുതറയെ കടൽ തീരത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. അത് ഒരു പാലക്കാടൻ ഉൾഗ്രാമമാണ് പാഴുതറ ദേശം എന്ന് പറയുന്നത്. ഗതാഗത സൗകര്യങ്ങൾ തീരെയില്ല. തീവണ്ടി ഓഫീസിൽ എത്താൻ പുഴ കടന്ന് 4 നാഴിക നടന്നു പോകണം. ഇല്ലായ്മകൾ പങ്കിട്ട് കഴിയുന്ന നിസ്സഹായനായ ഒരു കൂട്ടം കർഷകരാണ് ഇവിടെ വസിക്കുന്നത്. പാഴുതറ ഗ്രാമത്തിൽ എല്ലാവരും ഒന്നാണ്. ഏതു ദുരന്തവും എല്ലാവർക്കും വേദനയാണ്. വെള്ളായപ്പന്റെ മകനാണ് കണ്ടുണ്ണിക്ക് വധശിക്ഷ ലഭിക്കാൻ പോകുന്നു എന്ന വാർത്തയറിഞ്ഞ് ദേശം കണ്ണീർ വാർക്കുന്നു. വെള്ളായപ്പന് സാന്ത്വനമേകാൻ ആ ദേശക്കാർ തയ്യാറാകുന്നു. പണമുണ്ടായിരുന്നെങ്കിൽ ആ ഗ്രാമം മുഴുവൻ കണ്ടുണ്ണിയെ കാണാൻ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു. പാടവും നെരുമ്പഴമ്പും ചവിട്ടടിപ്പാതയും കരിമ്പനയും എല്ലാം ചേർന്ന നാട്ടിൻ പുറത്തിന്റെ ഗ്രാമീണ ഭംഗിയും അവിടെയുള്ള ജനങ്ങളുടെ സ്നേഹവും ഈ കഥയില് വ്യക്തമാണ്. ഒന്ന് ടിക്ക് ചെയ്യണം കേട്ടോ. അത് ചോദിച്ചിട്ടുണ്ട് ഒരു ഇത്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തേക്കുന്നത്, അടിച്ചമർത്തപ്പെട്ടവരുടെ നിസ്സഹായതയും ദൈന്യതയും കണ്ടുണ്ണിയുടെ മൃതശരീരം സംസ്കരിക്കുന്നിടത്തും കഥാകൃത്ത് വ്യക്തമാക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന്. അപ്പൊ എന്റെ കയ്യിൽ പണമില്ല, മകനെ സംസ്കരിക്കാൻ മൃതശരീരം ഏറ്റുവാങ്ങാൻ, അതുകൊണ്ട് പോയി സംസ്കരിക്കാനൊന്നും അദ്ദേഹത്തിന് ഈ പണമില്ല. അപ്പൊ അദ്ദേഹം നിസ്സഹായനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇത് കൊണ്ടുപോയി അടക്കം ചെയ്യുന്ന തോട്ടികളുടെ കൂടെ അദ്ദേഹം പോവുകയും അവിടെ എന്ത് ചെയ്യാണ്, ഒരു അജ്ഞാത മൃതദേഹം സംസ്കരിക്കുന്ന പോലെ എന്ത് ചെയ്തു, സ്വന്തം മകന്റെ മൃതശരീരം എന്ത് ചെയ്യേണ്ടി വന്നു, അല്ല സംസ്കരിക്കുന്നത് കാണേണ്ടി വന്ന ഒരു അച്ഛന്റെ ദുഃഖം ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഏതാണ്, ഒരു നിസ്സഹായതയാണ്, അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ അല്ലെ, അങ്ങനെ ഒരു ദൈന്യതയാണ് നമ്മുടെ വെള്ളായപ്പന്റെ ഒരു എന്താ പറയാ, നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രമായിട്ട് നമുക്ക് പറയാം. പിന്നെ വെള്ളായപ്പന്റെ ചിന്തകൾ പ്രകൃതിയിൽ എപ്രകാരം പ്രതിഫലിച്ചു. പിന്നെ നാലാമത്തെ ഒന്ന് ടിക്ക് ചെയ്യണം. വെള്ളായപ്പന്റെ വെള്ളായപ്പനെ കുറിച്ച് ഒരു കഥാപാത്ര നിരൂപണം ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെയൊക്കെ നമ്മൾ പറഞ്ഞൊരു ഇതാണ്. ഒരു വലിയൊരു എസ്സേ വെള്ളായപ്പന്റെ ആ ഒരു കഥാപാത്ര നിരൂപണം ചെയ്യാൻ ചോദിക്കാറുണ്ട്. പിന്നെ ഓരോരുത്തരുടെ സംഭാഷണങ്ങൾ ഏതൊക്കെ രീതിയിലായിരുന്നു. തീവണ്ടി ഓഫീസിലേക്ക് പോകുമ്പോൾ വെള്ളായപ്പൻ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് തോന്നിയത്, അപ്പൊ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ എന്ത് തോന്നുന്നു, പുഴ വെള്ളത്തിന് ചെറിയൊരു ചൂടുണ്ടല്ലോ നമ്മൾ കാലെടുത്ത് വെക്കുമ്പോ. അപ്പൊ മകനെ കുളിപ്പിച്ച് ഓർക്കുന്നുണ്ട്. അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോ കൊണ്ടുപോയി മൃതദേഹം കുളിപ്പിച്ച് ഓർക്കുന്നുണ്ട്. അതൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ദുഃഖമാണ് വരുന്നത്. അപ്പൊ പിന്നെ എന്താണ്, തീവണ്ടി ഓഫീസിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന ആൾ എന്ത് ചെയ്യാണ്, ഇദ്ദേഹത്തോട് സംസാരിക്കാൻ, വെള്ളായപ്പനോട് സംസാരിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഞാൻ കോയമ്പത്തൂർക്കാണ് പോണത്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ കണ്ണൂർക്കാന്ന് പറഞ്ഞ്, കണ്ണൂർക്ക് എന്തിനാണ് പോകുന്നത്? ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപരിചിതനായ ആ മനുഷ്യൻ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ വെള്ളായപ്പന് നമുക്കറിയാം, നമ്മുടെ മനസ്സിലൊരു സങ്കടം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ചിലപ്പോൾ സംസാരിക്കാനോ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ചിലപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും നമുക്ക് ആ സമയത്ത് തോന്നുന്നു. അപ്പൊ എന്ത് ചെയ്യും, മറ്റുള്ളവർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് കൊലക്കയറായിട്ട് തോന്നും. അപ്പൊ വെള്ളായപ്പന് അദ്ദേഹത്തിന് ആ മനുഷ്യന്റെ സംസാരം എങ്ങനെയായിട്ടാണ് തോന്നുന്നത്, ഒരു കൊലക്കയർ പോലെയാണ് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കൊലക്കയർ പോലെ തോന്നിയത് എന്താണ്? അപ്പൊ അപരിചിതന്റെ സംഭാഷണമാണ് വെള്ളായപ്പനെ കൊലക്കയർ പോലെ അനുഭവപ്പെട്ടതെന്ന് നമുക്ക് പറയാം. പിന്നെ കടൽ തീരത്തുന്ന കഥയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്.
ആസ്വാദനം തയ്യാറാക്കാൻ പറഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട്. കടൽ തീരത്ത് എന്നൊരു കഥയ്ക്ക്. അപ്പൊ ആ കഥയെ നമുക്കറിയാവുന്നത് പോലെ ഇൻട്രൊഡക്ഷൻ ഒക്കെ എഴുതിയിട്ട് ആരാണ് എഴുതിയത്, അദ്ദേഹത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാരഗ്രാഫിൽ എഴുതിയിട്ട് ബാക്കി എന്ത് ചെയ്യാം, പാരഗ്രാഫ് തിരിച്ചിട്ട് നമുക്ക് ഈ കഥ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. അപ്പൊ എളുപ്പമുണ്ട്. അതൊക്കെ ചോദിക്കുവാണെങ്കിൽ എസ് എഴുതാനായിട്ട് എളുപ്പമുണ്ട്. അല്ലെങ്കിൽ എസ് ക്വസ്റ്റ്യൻസ് എല്ലാം എളുപ്പമുള്ളതായിട്ടാണ് ചോദിക്കുക. അപ്പൊ ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള 2-3 വൺ വേർഡുകൾ ഞാൻ പറയാം. അപ്പൊ പേജ് നമ്പർ 127 127 പേജിലെ ആദ്യത്തെ ഒരു 2-3 പാരഗ്രാഫ് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും വീട്ടാത്ത കടങ്ങൾ പടച്ചവന്റെ സൂക്ഷിപ്പുകളാണ്. കണ്ടോ, ആദ്യത്തെ ഒരു 1-2 പാരഗ്രാഫ് അത് കഴിഞ്ഞിട്ട് വീട്ടാത്ത കടങ്ങൾ പടച്ചവന്റെ സൂക്ഷിപ്പുകളാണ്, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. അത് പറഞ്ഞത് ആരാന്ന് ചോദിക്കുക. അത് കുട്ടീസൻ മാപ്പിളയാണ് അങ്ങനെ പറഞ്ഞത്. ഒന്ന് ഓർത്തു വെച്ചോണേ. വീട്ടാത്ത കടങ്ങൾ പടച്ചവന്റെ സൂക്ഷിപ്പുകളാണ്, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ആരാന്ന് ചോദിക്കാം. കുട്ടീസൻ മാപ്പിളയാണ്. പിന്നെ അപരിചിതന്റെ സംഭാഷണം ഒരു കൊലക്കാരനെ പോലെ വെള്ളായപ്പന്റെ കഴുത്തിൽ മുറി. അപ്പൊ ആ ഒരു ചോദ്യം ഞാൻ പറഞ്ഞായിരുന്നു പേജ് നമ്പർ 128. ആ ഒരു സെന്റൻസുകൾ കൊടുത്ത ആ ഒരു സംഭാഷണം കൊടുത്തേക്കുന്നതിന്റെ താഴത്തെ പാരഗ്രാഫ് ഫസ്റ്റ്, അപരിചിതന്റെ സംഭാഷണം ഒരു കൊലക്കാരനെ പോലെ വെള്ളായപ്പന്റെ കഴുത്തില് ചുറ്റിമുറുക്കി. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോണേ. അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളായപ്പന്റെ ഗ്രാമത്തിന്റെ പേര് എന്താണെന്ന് ചോദിക്കാറുണ്ട്. പാഴുതറയാണ് അദ്ദേഹത്തിന്റെ ആ ദേശം. പിന്നെ ചോദിക്കുന്നത് ഈ കാർന്നോരെ എന്ന് വിളിക്കാനുള്ള ഒരു കാരണം എന്താണ്? വെള്ളായപ്പനെ കാർന്നോരെ എന്ന് ആണ് എന്ത് ചെയ്യുന്നത്, തീവണ്ടിയിലുള്ള ആളുകളെല്ലാം എന്ത് ചെയ്യുക, അദ്ദേഹത്തെ സംബോധന ചെയ്യുന്നത്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന് കാർന്നവരെ എന്ന് പറയുന്ന, ഒന്ന് കളിയാക്കി വിളിക്കുന്നു. പിന്നെ ഒന്ന് എന്താണ്, ഇദ്ദേഹം ഒരു പാവപ്പെട്ട വീട്ടിലെ ആളാണ്. അപ്പൊ അടിച്ചമർത്തപ്പെട്ട അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള വേഷവിധാനങ്ങളും ഒക്കെയാണ്. അപ്പൊ നല്ല വസ്ത്രമൊന്നും അല്ല. അപ്പൊ ഒരു മുണ്ടും ഒരു തോർത്തൊക്കെ ഉള്ളൂ അദ്ദേഹത്തിന്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ആളുകൾ എന്താണ് കാർന്നവരെ എന്നൊക്കെ പറഞ്ഞ ഒരു ബഹുമാനമില്ലാതെ എന്ത് ചെയ്യുക, സംസാരിക്കുന്നത്. ഇത്രയൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ വെള്ളായപ്പൻ ആദ്യത്തെ ഭാഗത്തിലേക്ക് പോകുമ്പോഴത്തേക്കും 2-3 പേരുടെ പേരുകൾ പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ ആ ഫസ്റ്റ് പാരഗ്രാഫിന്റെ അകത്ത് കടൽ തീരത്ത് എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം തുടങ്ങില്ല. അപ്പൊ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, പണം ഉണ്ടായിരുന്നെങ്കിൽ അമ്മിണിയേടത്തെയും മുത്തുവണ്ണിനും നാഗേലച്ഛനും കോമ്പി പൂശാരിയും കൊടുത്തേക്കുന്നുണ്ടോ. ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. അപ്പൊ ആരൊക്കെയാണ്? അപ്പൊ ആ ദേശത്തിലുള്ള കുറച്ച് പേരുടെ പേരുകളാന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി. ചിലപ്പോൾ ചോദിക്കും ഈ കഥാപാത്രങ്ങൾ ഏത് കഥയിൽ നിന്നോ ഉള്ളതാണെന്ന് ചോദിക്കാം. ഒന്ന് അമ്മിണിയടത്തി, മുത്തുവണ്ണൻ, നാഗേലച്ചൻ, കോമ്പി പൂശാരി, ഇത്രയും പേരാണ് ആ ഒരു കഥാപാത്രമായിട്ട് വരുന്നത്. പിന്നെ വരുന്ന ആരാണ്? കുട്ടീസൻ മാപ്പിളയുണ്ട്, നീലി മണ്ണാത്തി വരുന്നുണ്ട്. ഇത്രയും പേരൊക്കെയാണ് അതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് അവരുടെ ഒരു പാഴുതറ ദേശത്തെ ആളുകളുടെ പേരുകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇത് നന്നായിട്ട് വായിച്ചു നോക്കണം. ഈ 2 കഥകൾ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാവുന്ന, എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് അടുത്തൊരു 16-ാമത്തെ ചാപ്റ്റർ തുടങ്ങി വെക്കാം. കഥയും കഥാപാത്രവും ശ്രീ ഭഗവതി എന്നാണ് കഥയുടെ പേര്. ഗീതാ ഹിരണ്യൻ. അപ്പൊ അതിന്റെ ആദ്യത്തെ 2 കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ഒരു കഥ എങ്ങനെയാണ് എഴുതുന്നത്, കഥാപാത്രങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്, അതിനെ കുറിച്ചാണ് ആദ്യത്തെ ഒരു ആദ്യത്തെ ഭാഗത്ത് കൊടുത്തേക്കുന്നത്. 2-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ്, ഒരു കഥയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് പേന കയ്യിലെടുത്തോണേ. ഇതിന്റെ പറയുന്ന എല്ലാ വൺ വേർഡുകളാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരുപാട് വൺ വേർഡുകളുണ്ട് നോക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം.
കഥയും അപ്പൊ നമ്മളൊരു കഥ എഴുതാൻ, നിങ്ങൾ ഓരോരുത്തരും ഒരു കഥ എഴുതാൻ തീരുമാനിക്കുകയാണ്. നമ്മൾ എന്തൊക്കെയാ ആലോചിക്കുക? ആദ്യം കഥാപാത്രങ്ങൾ വേണം, അല്ലെ? കഥാപാത്രങ്ങൾക്ക് പേര് വേണം, ആ സ്ഥലം വേണം, സ്ഥലപ്പേര് വേണം, അവർ ചെയ്യുന്ന തൊഴിലുണ്ടായിരിക്കും, എങ്ങനെയാണ് തൊഴിൽ ചെയ്യുന്നത്, എന്തൊക്കെയാണ് സംസാരിക്കുക, അപ്പൊ അവരുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളെ കണ്ടുമുട്ടുന്നുണ്ടാവാം. അപ്പൊ അവരുമായിട്ട് സംസാരിക്കുന്ന രീതികൾ, അല്ലെ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലിട്ടുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക, ഒരു കഥ എഴുതാനായിട്ട് ആരംഭിക്കുന്നത്. അപ്പൊ നമുക്ക് കഥയ്ക്ക് എപ്പോഴും ജീവൻ നൽകുന്ന എന്തായിരിക്കും? ഇപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പൊ വെള്ളായപ്പന്റെയും കടൽ തീരത്ത് എന്ന് പറഞ്ഞ കഥ വായിച്ചു. അപ്പൊ അതിന്റെ അകത്തെ കഥാപാത്രം ആരാണ്? വെള്ളായപ്പനാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് അതിന്റെ ഫസ്റ്റ് 143 പേജിലെ ഫസ്റ്റ് ലൈൻ തന്നെ അണ്ടർലൈൻ ചെയ്തേ. കഥയ്ക്ക് ജീവൻ നൽകുന്ന എന്താണ്? കഥാപാത്രങ്ങളാണ്. വൺ വേർഡ് ആണ്, ഫസ്റ്റ് വൺ വേർഡ്. കഥയ്ക്ക് ജീവൻ നൽകുന്നത് കഥാപാത്രങ്ങളാണ്. കഥയുടെ പൊരുൾ തേടി പോകുമ്പോൾ നാം പലപ്പോഴും കഥാപാത്രങ്ങളുടെ ഉള്ളുകളിലേക്ക് ചെന്നെത്തുന്നു. ചെറുകഥകളിലും നോവലുകളിലും എന്നു വേണ്ട കാവ്യങ്ങളിൽ പോലും കഥാപാത്രങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ട്. കഥാകൃത്തിനോ കവിക്കോ പറയാനുള്ളതൊക്കെ അവർ കഥാപാത്രങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ സാഹിത്യ ആസ്വാദനത്തിനും വിശകലനത്തിനും കഥാപാത്ര നിരൂപണത്തിനും വളരെയേറെ പ്രാധാന്യമുണ്ട്. അണ്ടർലൈൻ ചെയ്യുന്നത് ലാസ്റ്റത്തെ ആ ഒരു സെന്റൻസ്. സാഹിത്യ ആസ്വാദനത്തിനും വിശകലനത്തിനും കഥാപാത്ര നിരൂപണത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ചോദിച്ചിട്ടുണ്ടത്. അപ്പൊ കഥാപാത്ര നിരൂപണത്തിന് വളരെ പ്രാധാന്യമുള്ള എന്താണ്? സാഹിത്യ ആസ്വാദനത്തിലും അതുപോലെ തന്നെ വിശകലനത്തിലുമാണ് കഥാപാത്ര നിരൂപണത്തിന് വളരെയേറെ പ്രാധാന്യമുള്ളത്. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക്. കഥാപാത്ര നിരൂപണത്തിലെ ആദ്യഘട്ടം കഥാഘടനയിൽ കഥാപാത്രങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കലാണ് അണ്ടർലൈൻ ചെയ്യുന്നത്. കഥാപാത്ര നിരൂപണത്തിലെ ആദ്യഘട്ടം എന്ന് പറയുന്നത് എന്താണ്? കഥാഘടനയില് കഥാപാത്രങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കലാണ്. ഇതെല്ലാം വൺ വേർഡ് ആട്ടോ. കഥാഗതിയിൽ അവർ വഹിച്ച പങ്ക് തിരിച്ചറിയണം. നിരവധി കഥാപാത്രങ്ങളെ ഒരു കഥയിൽ കഥാകൃത്ത് വിന്യസിക്കുന്നു. കഥയുടെ മുന്നോട്ട് പോക്കിന് അവരുടെ പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. അപ്രസക്തമായ കഥാപാത്രങ്ങൾക്ക് കഥയിൽ സ്ഥാനമില്ല. എങ്കിലും കഥാഗതിയിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന കഥാപാത്രങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഇപ്പൊ നമ്മള് കടൽ തീരത്ത് എന്ന് പറഞ്ഞ കഥ വായിച്ചു. അപ്പൊ അതിനകത്ത് മുഖ്യമായിട്ട് ലീഡ് ചെയ്ത് നിൽക്കുന്ന കഥാപാത്രം എന്ന് പറഞ്ഞാൽ വെള്ളായപ്പനാണ്, അല്ലെ? അപ്പൊ ആ ഒരു ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്ത് മുഖ്യ കഥാപാത്രത്തെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. നാടോടി കഥകളിലും പുരാണ കഥകളിലും ഒക്കെ ഒരു വിഭാഗം ശിഷ്ട കഥാപാത്രങ്ങളെയും മറ്റൊരു വിഭാഗം ദുഷ്ട കഥാപാത്രങ്ങളെയും കാണും. അണ്ടർലൈൻ ചെയ്തേ. നാടോടി കഥകളിലും പുരാണങ്ങളിലും ഒക്കെ രണ്ട് ടൈപ്പ് കഥാപാത്രങ്ങൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ശിഷ്ട കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല നല്ല ആളുകൾ. പിന്നെയോ മറ്റൊരു വിഭാഗം എങ്ങനെയാണ്? ദുഷ്ടരായ ആളുകൾ. നമുക്കറിയാം ദേവന്മാരും അസുരന്മാരും. നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമ്പോ എന്താണ്? ദേവന്മാരുണ്ട്, അസുരന്മാരുണ്ട്. അപ്പൊ ദേവന്മാരെങ്ങനെയായിരിക്കും? നല്ല സ്വഭാവമുള്ള നല്ല ആളുകളെ സഹായിക്കുന്ന അങ്ങനെയായിരിക്കും. അസുരന്മാരുടെ പ്രത്യേകത എന്താണ്? എല്ലാരെയും ഉപദ്രവിക്കുന്നത്. അപ്പൊ നമുക്ക് അതറിയാം. അപ്പൊ പുരാണ കഥകളിലും നാടോടി കഥകളിലൊക്കെ ഇങ്ങനെയാണ്. കുറെ നല്ല, അല്ലെ, നല്ല കഥാപാത്രങ്ങളുണ്ട്, ദുഷ്ട കഥാപാത്രങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ സിനിമകളിലാണ് എടുത്ത് നായകൻ എങ്ങനെയായിരിക്കും? നല്ല സ്വഭാവമുള്ള ആളായിരിക്കും. ഒരു വില്ലൻ ഉണ്ടായിരിക്കും, എല്ലാത്തിനെയും എതിർക്കുന്ന ഒരാൾ, അല്ലെ? നമുക്ക് പെട്ടെന്ന് തന്നെ ആ ക്യാരക്ടർ മനസ്സിലാവും. അവരെ വേർതിരിക്കാൻ പ്രയാസമില്ല. ഈ രീതി അവലംബിക്കുന്ന കഥകൾ സാഹിത്യത്തിൽ വിരളമല്ല. എന്നാൽ സമൂഹത്തിൽ എന്ന പോലെ കഥയിലും പൂർണ്ണമായും ശിഷ്ടരോ ദുഷ്ടരോ ഇല്ല. അപ്പൊ നമുക്കറിയാം സമൂഹത്തിലാണെങ്കിലും ഇതുപോലെ ഒരേ രീതിക്ക് പോണ എപ്പോഴും നല്ല സ്വഭാവത്തിലിരിക്കുന്ന ആളുകളും ഉണ്ടാവില്ല. അതുപോലെ തന്നെ എപ്പോഴും ദുഷ്ടത ചെയ്യുന്ന ആളുകളും ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മനസ്സിന് ചേഞ്ച് വന്നുകൊണ്ടിരിക്കും, അല്ലെ? നമ്മളൊക്കെ ശരിയാണ്. എപ്പോഴും നമ്മൾ ഒരേ സ്വഭാവത്തിലിരിക്കും. എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മുടെ മൈൻഡ് മാറിക്കൊണ്ടിരിക്കും. ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മൈൻഡിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറ്റം വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് മനുഷ്യനാന്ന് പറയാൻ പറ്റുമോ? മനുഷ്യനാകുമ്പോൾ നമുക്ക് എന്തോ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ മൈൻഡ് മാറിക്കൊണ്ടേയിരിക്കും, അല്ലെ? പല സാഹചര്യത്തിനനുസരിച്ച് പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രതികരിക്കും. സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ, സ്ഥാനം തുടങ്ങിയവ വ്യക്തിയുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു. അണ്ടർലൈൻ ചെയ്തത്. സാഹചര്യങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്, സ്ഥാനം തുടങ്ങിയവ വ്യക്തിയുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു. അതിന്റെ പ്രതിഫലനം തന്നെയാണ് കഥകളിലും കാണുന്നത്. അപ്പൊ ഈ ഒരു 3 പാരഗ്രാഫിൽ നിന്ന് ഞാൻ ഒരു കുറെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു പാരഗ്രാഫും കൂടെ നോക്കാം.
കഥാഗതിയെ കൂടുതൽ സ്വാധീനിക്കുന്ന കഥാപാത്രത്തെ അടിസ്ഥാനമാക്കിയാണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടി വരുന്നത്. അണ്ടർലൈൻ ചെയ്യുന്നത്. കഥാഗതിയെ കൂടുതൽ സ്വാധീനിക്കുന്ന കഥാപാത്രത്തെ അടിസ്ഥാനമാക്കിയാണ് കഥാപാത്ര നിരൂപണം അപ്പൊ ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടി വരുന്നത് എപ്പോഴാണ് ചോദിക്കുമ്പോൾ ഏതാണ്? കഥാഗതിയെ കൂടുതൽ സ്വാധീനിക്കുന്ന കഥാപാത്രത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടി വരുന്നത്. അത്തരത്തിലുള്ള ഒന്നിലധികം കഥാപാത്രങ്ങൾ ഒരു കഥയിൽ ഉണ്ടാവാം. കഥയിലെ വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ സ്ഥാനവും പരസ്പര ബന്ധവും നിർണ്ണയിക്കുന്ന ആദ്യഘട്ടം പൂർത്തിയായി കഴിഞ്ഞാൽ നിരൂപണം ചെയ്യേണ്ട കഥാപാത്രങ്ങളുടെ സൂക്ഷ്മഭാവത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് കഴിയും. കഥാപാത്രത്തിന്റെ പ്രവർത്തനങ്ങളെ പിന്തുടർന്ന് മാത്രമേ ഇത് സാധ്യമാകൂ. അയാളുടെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം ഇവിടെ വിശകലനം ചെയ്യേണ്ടി വരുന്നു. അടുത്ത പാരഗ്രാഫ്. കേവലതയിൽ നിർത്തി ശരിതെറ്റുകൾ വിധിക്കുന്ന പ്രക്രിയ സാഹിത്യ നിരൂപണത്തിന് ചേർന്നതല്ല. സാഹചര്യങ്ങൾ, സ്വാധീനിക്കാൻ ഇടയുള്ള മറ്റ് ഘടകങ്ങൾ, കാഴ്ചപ്പാട് തുടങ്ങിയവയെല്ലാം ഇവിടെ പരിഗണിക്കേണ്ടി വരുന്നു. അപ്പൊ ഒരു കഥാപാത്ര നിരൂപണത്തിന്റെ കാര്യമാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് ഏതൊക്കെ വരുന്ന സാഹചര്യങ്ങളുണ്ട്, സ്വാധീനിക്കാൻ ഇടയുള്ള മറ്റ് ഘടകങ്ങളുണ്ട്, കാഴ്ചപ്പാട്, ഇതെല്ലാം എന്ത് ചെയ്യേണ്ടി വരും? ഒരു കഥാപാത്ര നിരൂപണത്തിന് പരിഗണിക്കേണ്ടി വരും. അയാൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ പറഞ്ഞു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോഴാണ് കഥാപാത്രത്തിലൂടെ കഥാകൃത്ത് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന നിലപാട് വെളിപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് എന്ന ചോദ്യം പാത്ര വിശകലനത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നത്. പാത്ര വിശകലനം എന്ന് പറഞ്ഞാൽ കഥാപാത്ര വിശകലനം കേട്ടോ. സാഹിത്യത്തിൽ ഇന്ന് പൊതുവെ ആരോപിച്ചു വരുന്ന പക്ഷചിന്ത പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് ഇവിടെയാണ്. സാമൂഹ്യമായ വിശകലനത്തിന്റെ കാതലാണ് ഇത്. സ്ത്രീകൾ, അധസ്ഥിതർ, രോഗികൾ, ദരിദ്രർ തുടങ്ങിയ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്നവർക്ക് വേണ്ടി നിലകൊള്ളുന്ന രചനകൾ വിശകലനം ചെയ്യുമ്പോൾ സാമൂഹ്യ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ വയ്യല്ലോ. അപ്പോൾ കഥാപാത്രത്തിന്റെ നിലപാടുകളെ സാമൂഹ്യ സാഹചര്യങ്ങളുമാക്കി തട്ടിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യണ സ്ത്രീകള്, അധസ്ഥിതര്, രോഗികള്, ദരിദ്രര് തുടങ്ങിയ സമൂഹത്തിൽ നിന്നും മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള രചനകള് എന്താണ്? സാമൂഹ്യ സാഹചര്യങ്ങൾ കൂടി അതും കൂടെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കഥാപാത്ര നിരൂപണം സ്ത്രീകളുടെ ആണെങ്കിലും അധസ്ഥിതരിലേക്ക് കൊണ്ടുവരുമ്പോഴും രോഗികള് അല്ലെ ദരിദ്രര് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ സാമൂഹ്യമായ പശ്ചാത്തലം എല്ലാം ഇതിലേക്ക് വരുന്നു, കഥയിലേക്ക് വരുന്നുണ്ട്. സ്ത്രീകളുടെ സാമൂഹ്യ പദവി പരിഷ്കൃത സമൂഹങ്ങളിൽ പോലും ആശാവഹമല്ല. അടിച്ചേൽപ്പിക്കുന്ന ദാസ്യം പോലെ തന്നെ ഗൗരവമുള്ളതാണ് സ്വയം പേറുന്ന ദാസ്യവും. ഇത് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. ആധുനികമായ ജീവിത സൗകര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുമ്പോഴും ഒരു പക്ഷം കീഴേക്കിടയിൽ തന്നെ നിൽക്കേണ്ടി വരുന്നു. ഭൗതിക സാഹചര്യങ്ങൾ അവർക്കും പ്രാപ്യം തന്നെ. പക്ഷെ മാനസികമായ ഒരു തരം വിധേയത്വം വിട്ടുമാറാതെ പിന്തുടരുന്നത് കാണാം. കഥാപാത്ര വിശകലനത്തിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകമാണിത്. അപ്പൊ നമുക്കറിയാം പല ആളുകൾ, സ്ത്രീകളെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു? വീടുകളിൽ തന്നെ അഭ്യസ്ത വിദ്യരായിരിക്കും. അവരെന്ത് ചെയ്യുന്നു? വിവാഹം കഴിയുന്നതോടുകൂടി എന്ത് ചെയ്യുന്നു? ഒതുങ്ങിക്കൂടുന്ന ഒരു ഇതിലേക്ക് വരുന്നു. അപ്പൊ എന്താണ്? അവര് അതിൽ നിന്നും മാറുന്നില്ല, അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെന്നൊരു ആഗ്രഹം തോന്നാറില്ല. അല്ല സ്വന്തമായിട്ട് ഇതിലേക്ക് വരുന്നു, ഇങ്ങനെയുള്ള ചെയ്യണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് എന്താ മനസ്സ് അങ്ങനെ ആയി പോയി. പിന്നെ അതിൽ നിന്ന് അവർക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കാതെ വരുന്നു. അപ്പൊ അത്രയൊന്ന് അടുത്ത ക്ലാസ്സിലേക്ക് നന്നായിട്ട് നോക്കിയിട്ട് വരണേ. അപ്പൊ അതിനകത്ത് ഈ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതലുള്ള വൺ വേർഡുകളാണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോണേ. നമ്മൾ കഥയിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ അകത്തെ കഥാപാത്രമായിട്ട് നോക്കിയിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളു. ബാക്കിയെല്ലാം ഈ ഭാഗത്തു നിന്ന് നമുക്ക് ഒരുപാട് നിരവധി ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് വായിക്കണം. നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് അത് അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് വായിച്ചിട്ട് വരണേ. അത്രയൊന്ന് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വരണം. നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഓരോന്നും ഒന്ന് റിവിഷനും കൂടെ ചെയ്തു പോകാം. കുറച്ച് നമുക്ക് പോർഷൻ തീരാനുള്ളതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി ഒന്ന് സ്പീഡിൽ പോകുന്നത്. അതിനുശേഷം നമുക്ക് റിവിഷൻ ഉണ്ട്. ആ സമയത്ത് നമുക്കത് കൂടുതലായിട്ട് ഒന്നും കൂടെ നമ്മൾ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്താണ് പോകുന്നത് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മലയാളമാണ്, നന്നായിട്ട് വായിച്ചു നോക്കണം.
സമയം കിട്ടുന്നതിനനുസരിച്ച്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എപ്പോഴും വൺ വേർഡുകളാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വൺ വേർഡ് അത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആ 1 മാർക്ക് കിട്ടും. ഇപ്പൊ എസ് എ ആണ്, നമുക്ക് 5 മാർക്കിന്റെ എസ് എ ആണെങ്കിൽ മാക്സിമം അവർ പോയ 4 മാർക്ക് ഏറ്റവും നന്നായിട്ട് എഴുതിയാൽ അത്രയൊക്കെ തരുള്ളൂ. അപ്പൊ ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് 50 എണ്ണം ഉണ്ട്, നമുക്ക് ഈസിയാണ്. അത് 50 എണ്ണം ശരിയാക്കി അല്ലെങ്കിൽ 40 എണ്ണം ശരിയാക്കി 40 മാർക്ക് നമുക്ക് കിട്ടി. ബാക്കി നമുക്ക് എഴുതിയെടുക്കുമ്പോഴത്തേ നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മലയാളം തന്നെയല്ല എല്ലാ വിഷയവും. അപ്പൊ അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി പഠിക്കണേ. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചേക്കാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് നന്നായിട്ട് വായിച്ചു നോക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു. Thank you, Miss. Thank you, Miss. Thank you, all of you. Thank you. Thank you, Miss. Thank you.